സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവമക്കൾക്കും ഹൃദ്യമായി സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ തുടർമാനമായ ക്ലാസ്സുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഇസ്രയേൽ ബീങ് ഐസൊലേറ്റഡ് എന്ന വിഷയമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനോട് കണക്ട് ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ദി അൺചേഞ്ചിങ് പ്രോമിസസ് പ്രോഫസീസ് കൺസേണിങ് ഇസ്രയേൽ എന്നതാണ് ഇന്നത്തെ കാര്യം. അത് ഞാൻ അതിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അതെന്താണെന്ന് പറഞ്ഞിട്ട് തിരുവഴുത്തിൽ നിന്ന് ആ വേദഭാഗം നിങ്ങളെ വായിച്ച് കൽപ്പിക്കുന്നതിന് മാത്രമേ ഇന്ന് സമയമെടുക്കുന്നുള്ളൂ. മുഖവരയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പം UN സെക്യൂരിറ്റി കൗൺസിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഞാൻ അമേരിക്കൻ റെപ്രസെൻറ്റേറ്റീവ് അവിടെ പറഞ്ഞ കാര്യം, അതിനുശേഷം ബ്രിട്ടൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞ് തീർന്നില്ല. ഏതാണ്ട് ഒരു 90% കേട്ടപ്പോഴേക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാറായി. ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ഒരു 4 കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറയാം. ഒന്നാമത്തെ കാര്യം, ലോകം മുഴുവൻ ഒരു കള്ളത്തരം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായി ഇപ്പം പാലസ്റ്റീനിയൻസ് ക്ലെയിം ഫോർ ദാറ്റ് ഗാസ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എ മാസീവ് ലൈ. അതിനേക്കാൾ വലിയൊരു കള്ളത്തരം ലോകത്ത് പ്രചരിപ്പിക്കാനും പറ്റത്തില്ല. പലസ്തീനിയൻ എന്നിപ്പോൾ സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ അവർ പലസ്തീൻസ് അല്ല, അവർ ആരബ്സ് ആണ്. അവർക്ക് ആ നാട്ടിൽ യാതൊരു ക്ലെയിമും ഇല്ല. കാരണം ഇത് ഇവരുടെ ലാൻഡായിരുന്നു തെളിയിക്കുന്ന ഒരു തെളിവും ആ നാട്ടിലില്ല. പക്ഷേ അത് അവരുടെ ലാൻഡാണെന്നും അവരവിടുത്തെ അബോറിജിൻസ് ആദിവാസികളാണെന്നും അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇസ്രയേൽ അധിനിവേശ രാജ്യം സ്ഥാപിച്ചതാണെന്നും ഒക്കെയുള്ള കള്ളത്തരങ്ങൾ. അവർക്കവിടെ താമസിക്കാൻ അനുവദിക്കുന്നില്ല. അവർക്കൊരു രാജ്യം ഉണ്ടാക്കാൻ ഒരിക്കലും അനുവാദം കൊടുത്തിട്ടില്ല. ഇന്നുള്ള രണ്ടാമത്തെ കള്ളത്തരം. മൂന്നാമത്തെ കള്ളത്തരം, അവരെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്. അവിടെ ക്ഷാമം ഉണ്ടാകുകയാണ്, അവിടെ പട്ടിണി മരണം ഉണ്ടാകുകയാണ്, അവിടെ മരുന്നില്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾ മരിക്കുകയാണ് എന്നൊക്കെയുള്ള കള്ളത്തരങ്ങൾ ഇത് മുഴുവൻ ലോകത്ത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന, ഇത് സിവിലൈസ്ഡ് വേൾഡ് എന്നും എഡ്യൂക്കേറ്റഡ് ആൻഡ് അഡ്വാൻസ്ഡ് വേൾഡ് എന്നും സ്വയം പറയുന്ന ആളുകൾ ചിന്തിച്ച് ആ കള്ളത്തരത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു കാലം. ഇത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത്. എന്തുകൊണ്ട് അവർ വിശ്വസിക്കുന്നു? കാരണം സത്യത്തെ സ്നേഹിക്കാതെ വ്യാജത്തിൽ രസിക്കുന്നവർക്ക് വേഗത്തിൽ ന്യായവിധി വരേണ്ടതിന് ദൈവം അവരെ ഭോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാരത്തിന് ഏൽപ്പിക്കുന്നു. അതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു. ദാറ്റ് ഈസ് വൺ തിങ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് നൗ. ആൻഡ് ദ സെക്കൻഡ് തിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഈ പാലസ്റ്റീനിയൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആരബ് വംശത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇസ്ലാമിക് വേൾഡിൽ നിന്ന് മൂന്ന് രാജ്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഇറാൻ, മറ്റൊന്ന് ഈജിപ്റ്റ്, മൂന്നാമത്തത് ഖത്തർ. ഈ 4 രാജ്യങ്ങളേ ഉള്ളൂ. What about more than 50 Islamic nations or Arab nations? Why they don't want to support Gaza? അവരെന്തുകൊണ്ട് ഗാസയെ സപ്പോർട്ട് ചെയ്യുന്നതിനോ ഈ വാറിൽ ഇൻവോൾവ് ആകുന്നതിനോ വരുന്നില്ല? ദാറ്റ് ഈസ് എ സീരിയസ് ക്വസ്റ്റ്യൻ ടു അണ്ടർസ്റ്റാൻഡ്, എ വെരി സീരിയസ് ക്വസ്റ്റ്യൻ. ഇന്ന് UN അസംബ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അവിടെ അമേരിക്കയുടെ റെപ്രസെൻറ്റേറ്റീവ് ആബ്സല്യൂട്ട്ലി ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഈ ഹമാസ് എന്ന് പറഞ്ഞൊരു ബാർബേരിക് ഓർഗനൈസേഷൻ, അവർ ഗാസ ഭരിക്കുന്നിടത്തോളം ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കും. ദർ ഈസ് ഓൺലി വൺ സൊല്യൂഷൻ, ദാറ്റ് ഈസ് ഇസ്രയേലിൻ്റെ 50 ബന്ധികൾ, ലിവിങ് ഓർ ഡെഡ്, അവർ വിട്ടുകൊടുക്കണം.
ഹമാസ് ആയുധം വെച്ചിട്ട് അവിടുന്ന് മാറണം. that very moment, peace comes back to ഗാസ സ്ട്രിപ്പ്. ഗാസ സ്ട്രിപ്പിൽ ആ നിമിഷം സമാധാനം വരും. അത് അമേരിക്കയുടെ സ്റ്റാൻഡ് ഇന്ന് പറഞ്ഞതാണ്. അമേരിക്കൻ സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞിട്ട് ബ്രിട്ടൻ്റെ സ്റ്റാൻഡ് കേട്ടോണേ, ഒരൊറ്റ അക്ഷരം ഈ കാര്യത്തെ പറ്റി അനങ്ങുന്നില്ല. ഇസ്രയേലിന് എന്ത് സംഭവിച്ചു, അവരുടെ ബന്ദികൾക്ക് എന്ത് സംഭവിച്ചു, ആ രാജ്യത്ത് എന്ത് ഡാമേജ് ഉണ്ടാക്കി, ഇതിനെപ്പറ്റി ഒരു അക്ഷരം പറയുന്നില്ല എന്നറിയാമോ? ഗാസയിലെ കുഞ്ഞുങ്ങൾ ചാകുന്നേ, അവിടെ ഭക്ഷണമില്ലേ, അവിടെ പട്ടിണിയാണ്, അവിടെ ഒന്നും എത്തിക്കുന്നില്ലേ. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇസ്രയേൽ യുദ്ധം നിർത്തിക്കോണം. കട്ടയം ബോർഡ്, നമ്മൾ ഈ തിരുവനന്തപുരത്ത് പറയത്തില്ല, കട്ടയം ബോർഡ് മുടക്കുമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ പണി നിർത്തിയിട്ട് തിരിച്ചു പോക്കോണം. ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ പിന്നെ പാലസ്റ്റീൻ സ്റ്റേറ്റിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കളയും എന്ന് പറഞ്ഞാൽ നോക്കിക്കോണേ. ഇതിനർത്ഥം ഇതുവരെ അവിടെ പാലസ്റ്റീൻ സ്റ്റേറ്റ് ഇല്ലായിരുന്നു, ഞങ്ങളിപ്പോൾ ഒരു പാലസ്റ്റീൻ സ്റ്റേറ്റ് അങ്ങോട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇസ്രയേൽ ഊഴച്ചക്ക പോലെ വിട്ട് താഴെ വീഴും, തീർന്നു. ആരുടെ ഭാഷ്യം? ബ്രിട്ടൻ്റെ ഭാഷ്യം. ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിന് കാര്യമുണ്ട് കേട്ടോ. ഈ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും പേപ്പട്ടി നാട്ടുകാരെ കൊണ്ട് തല്ലിക്കൊല്ലിക്കാനും ഒക്കെ നല്ല ഭാഷാശൈലിയും വെക്കാബുലറിയും സെൻറ്റൻസ് സ്ട്രക്ചേഴ്സുള്ളൊരു ഭാഷയാണിത്. കാര്യം ഇത് അവസാനം കേട്ട് കഴിയുമ്പോണ്ടല്ലോ, ആർക്ക് സബ്ജക്റ്റ് എന്താ പ്രിഡിക്കൻ്റ് എന്ന് ആർക്കും മനസ്സിലാകത്തില്ല, വാദി എന്താ പ്രതി എന്ന് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ സംസാരിക്കാൻ ഭാഷ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ലാംഗ്വേജാണ് ഈ ഗ്രീക്ക് കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ അത് കൈവശമുള്ളവർക്ക് വിചാരമുണ്ട് കേട്ടോ, അവർക്ക് ആരെ എന്തും പറഞ്ഞ് എന്തും സാധിപ്പിച്ചു കളയാവുന്ന. ഞാൻ ആ ധാർഷ്ട്യം കേട്ട് ഇസ്രായേലിനെ ആ ശാസിക്കുന്ന ബ്രിട്ടീഷ് പ്രതിനിധിയുടെ ആ ധാർഷ്ട്യം കേട്ട് ഐ വാസ് റിയലി ഷോക്ക്ഡ്. ഇവർക്ക് എന്തോ അറിയാം, ചരിത്രം അറിയാമോ? ഇവർക്ക് പോലും ചരിത്രം അറിയത്തില്ല. എന്തൊരു കഷ്ടമാണ്. ദാറ്റ് വാസ് അനദർ തിങ്. ആൻഡ് ദെൻ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതിൻ്റെ ബാക്കി, ഇപ്പം വെസ്റ്റേൺ ഹെമിസ്ഫിയറും ഈസ്റ്റേൺ ഹെമിസ്ഫിയറും തമ്മിൽ ഉള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, വെസ്റ്റേൺ ഹെമിസ്ഫിയർ പാശ്ചാത്യ ലോകം പണ്ട് മുതലേ അറിവിനും വിജ്ഞാനത്തിനും മനുഷ്യാവകാശങ്ങൾക്കും ഒക്കെ ഒരുപാട് പേര് കേട്ടതായിരുന്നു. ഫ്രം ടൈം ഇമ്മമോറിയൽ ഓൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ പോലും ശരിയാണ് കേട്ടോ. ഗ്രീസിലാണല്ലോ ഡെമോക്രസി ഉണ്ടാകുന്നത്. ഈ വൈജ്ഞാനിക ശാഖകളൊക്കെ ഉണ്ടാകുന്ന ഗ്രീസിലാണല്ലോ. അവിടെ നിന്ന് യൂറോപ്പ് മുഴുവൻ പകരുകയാണല്ലോ. നിങ്ങൾക്കറിയാമല്ലോ ഈ റിനൈസാൻസ് നടന്ന ഇറ്റലി എന്ന് പറയുന്നത്, ഇറ്റാലിയൻ റിനൈസാൻസ്, ഇതൊക്കെ വലിയ വിജ്ഞാനത്തിൻ്റെ എക്സ്പ്ലോഷൻസ് ആയിരുന്നു. അപ്പം വെസ്റ്റേൺ വേൾഡ് എന്നും പരിജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും അഡ്വാൻസ്മെൻറ്റ് കൊണ്ടും ടെക്നോളജി കൊണ്ടും സയൻറ്റിഫിക് നോളജ് കൊണ്ടും വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. ഇനി ഈസ്റ്റേൺ വേൾഡ്, ഈസ്റ്റേൺ ഹെമിസ്ഫിയർ അങ്ങനെ അല്ലായിരുന്നു ഒരു വലിയ പരിധി വരെ. സംബന്ധിച്ചേക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ബ്രിട്ടൻ അങ്ങനെ പറഞ്ഞു, അമേരിക്ക അങ്ങനെ പറഞ്ഞു, പിന്നെ ഫ്രാൻസ് അങ്ങനെ പറഞ്ഞു, ജർമ്മനി അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പം ഒരു വലിയ കാര്യമായിരുന്നു ലോകം ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനി എന്ന് പറഞ്ഞ് അവർ ഭോഷന്മാരായി തീർന്നു. എങ്ങനെയാണ് ജ്ഞാനികളെന്ന് പറഞ്ഞ് അവർ ഭോഷന്മാരായി തീർന്നത്? ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞ് നമസ്കരിക്കുകയും ഭയപ്പെടുകയും നന്ദി കാണിക്കുകയും ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥന്മാരായി പോയതുകൊണ്ട് ദൈവം അവരെ എന്ത് ചെയ്തു? നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. ബിക്കോസ് they gave themselves to foolish imaginations of their mind, God abandoned them over to character disorder എന്ന് പറയുന്ന കറക്റ്റ്, നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. ഇന്ന് ലോകം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിക്കോണേ, നമ്മുടെ പണ്ടത്തെ ഇക്വേഷൻ മാറി. ഏത് ഇക്വേഷൻ? പണ്ട് ഈസ്റ്റേൺ വേൾഡിൽ എല്ലാവരും വിവരദോഷികളാണെന്നും വെസ്റ്റേൺ വേൾഡിൽ എല്ലാവരും ജ്ഞാനികളായിരുന്നു പറഞ്ഞെടുത്ത് ആ ഇക്വേഷൻ നേരെ മാറി. ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് നൗ. ദെൻ വൺ മോർ തിങ് ഞാൻ ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ട് ഞാൻ കാര്യത്തിലേക്ക് വരാൻ പോവാം.
നമ്മളുടെ ഈ ഇപ്പോൾ നടക്കുന്ന ഈ ക്രൈസിസ് നമ്മളെ ഒരു പടിവാതിൽ എത്തിച്ചിട്ട് ഇറ്റ് ഹാസ് ബ്രോട്ട് us over to the threshold. That threshold is almost leading to the next phase of the end of the world. That next phase of the end of the world, as I used to say, number one is the rapture of the church. And the second, number two, is the 7 years rule of the Antichrist. And the third is the 1,000 years of millennial reign of the Lord Jesus Christ. And the fourth stage is the absolute annihilation of this world. And the last stage is a new world coming into existence. ഞാൻ ഇത്തരം പറഞ്ഞപ്പോൾ ആർക്കൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത്തരം ഞാൻ മലയാളത്തിൽ ഇന്നുകൊണ്ട് പറയാൻ പോവാണ്. നമ്പർ വൺ, ദ ഫസ്റ്റ് തിങ് നടക്കാൻ പോകുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കാഹളധ്വനിയും സഭയുടെ ഉൽപ്രാവണവും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് എതിർ ക്രിസ്തുവിൻ്റെ വരവെന്ന് ഞാൻ പറഞ്ഞു. അതിനാണ് ലോകം കണ്ട ഏറ്റവും വലിയ പീസ് ട്രീറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എതിർ ക്രിസ്തുവിൻ്റെ 7 വർഷത്തെ ഭരണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങിവരവും 1000 ആണ്ട് വാഴ്ച എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം ഇപ്പോഴത്തെ ആകാശവും ഇപ്പോഴത്തെ ഭൂമിയും വെന്തുപോകും, ഫിനിഷ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് തിങ് ഈസ്, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്നു. ദാറ്റ്സ് ഹൗ ഈ ലോകത്തിലെ കാര്യങ്ങൾ അവസാനിക്കാൻ പോകുന്നത്. അങ്ങനെ അവസാനിക്കാൻ പോകുന്നത് ശരിയല്ല. ദ എൻഡ് എന്ന് പറയുന്നത് ബിഗിനിങ് ഓഫ് എ ന്യൂ തിങ് എന്നാണ്. അവസാനവും നമ്മൾ മനസ്സിലാക്കുമ്പം പിന്നെ ഒന്നുമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. ഇപ്പോഴത്തെ ഡിസ്പെൻസേഷൻ തീർന്നിട്ട് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരിക. And a new earth and a new sky, sorry, a new earth and a new heaven in which there is no place for sin. പാപത്തിന് പ്രവേശനമില്ലാത്ത ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. അങ്ങനെയാണ് കാര്യങ്ങളുടെ സമാപ്തി. ഈ കാര്യങ്ങളുടെ സമാപ്തിയിലെ മൂന്നാമത്തെ സ്റ്റേജ് ഞാൻ പറയാൻ പോവാം. രണ്ടാമത്തെ സ്റ്റേജ് പറയാൻ പോവാം. ഒന്നാമത്തെ പറഞ്ഞു സഭയുടെ ഉൾപ്രാവണം. രണ്ടാമത്തെ കാര്യം മഹോപദ്രവം. ഈ മഹോപദ്രവം കാലത്ത് ഒരു വലിയ വിഭാഗം ആളുകൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് നരകവിധി ഒഴിഞ്ഞു പോകും. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ ലോക ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത റിവൈവൽ ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നത്. The greatest revival the world has ever seen is going to take place on this planet Earth during the 7 years of reign of the Antichrist. ആൻറ്റൈക്രൈസ്റ്റിൻ്റെ 7-year റെയിനിലായിരിക്കും, ഭരണകാലത്താണ് ലോകം കണ്ട ഏറ്റവും വലിയ റിവൈവൽ നടക്കാൻ പോകുന്നത്. ഈ റിവൈവൽ നടക്കാൻ പോകുന്നു. അന്ന് കോടാനുകോടി ആളുകൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് നരകവിധി ഒഴിഞ്ഞു പോകും. ശ്രദ്ധിച്ചോണം, മരണം എന്നല്ല ഞാൻ പറഞ്ഞത്, നരകവിധി ഒഴിഞ്ഞു പോകും. ഇത് കേൾക്കുന്നുണ്ട് ഒത്തിരി വിശ്വാസികൾക്കും പെന്തക്കോസ്തുകാർക്കൊക്കെ വലിയ സന്തോഷം ഉണ്ടെന്നറിയാമോ. ഇപ്പം എങ്ങനെ ജീവിച്ചാലും വേണ്ടുകയില്ല. ഇനി അഥവാ കർത്താവ് വന്ന് നമ്മളിങ്ങ് പോയില്ലെന്നിരിക്കട്ടെ, ചില കഴിഞ്ഞ് പോയച്ചാൽ മതിന്നേ, ധൃതിയൊന്നുമില്ലല്ലോ. കഴിഞ്ഞ് പോയച്ചാൽ മതി, ധൃതിയില്ലല്ലോ. കാരണം നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വി വാണ്ട് ഹാപ്പിനെസ് നൗ, ഹോളിനെസ് ദെൻ എന്നാണ്. ഇപ്പം പിന്നെ ക്രിസ്ത്യൻ വേൾഡ്, തിയോളജിക്കൽ വേൾഡ്, ദൈവം കഴിഞ്ഞ രണ്ടാമത് വിശുദ്ധനെന്ന് കൊണ്ട് നടക്കുന്ന ആൾ സെൻറ്റ് അഗസ്റ്റിനാണ്. സെൻറ്റ് അഗസ്റ്റിൻ്റെ പ്രാർത്ഥന, ഗോഡ് മേക്ക് മീ ഹോളി ബട്ട് നോട്ട് ജസ്റ്റ് നൗ, നോട്ട് ജസ്റ്റ് നൗ. ദൈവം എന്നെ വിശുദ്ധനാക്കണം. ഇച്ചിരി കഴിഞ്ഞ ഒരു കാര്യം എന്നറിയാമോ, ഒരു 2-3 പാവം കൂടെ ചെയ്യാൻ ബാക്കി കിടക്കുന്നു. 2-3 പാവം കൂടെ ലിസ്റ്റ് ഞാനിവിടെ പറയുന്നില്ല, ഇവിടെ പറയാൻ കൊള്ളാമെന്നല്ല കൊണ്ടാകട്ടെ. കാര്യം കുറേ കക്ഷികൾ വാതൊക്കെ നിൽപ്പുണ്ട്, അവരെ കൂടെ പറഞ്ഞ് വിട്ടിട്ട് എന്നെ ഹോളിയാക്കിയാൽ മതിയെന്നാണ്. നോട്ട് ജസ്റ്റ് നൗ. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾക്ക്, ഇപ്പം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ഒരെണ്ണത്തിന് പോലും മഹോപദ്രവകാലത്ത് മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ലെന്ന് ചോദിച്ചാൽ, ഗോഡ് ഡസൻറ്റ് സെൻഡ് ടു ദം ദ സ്പിരിറ്റ് ഓഫ് റിപ്പൻറ്റൻസ്. ദൈവം അവർക്ക് മാനസാന്തരത്തിൻ്റെ ആത്മാവിനെ അയച്ചു കൊടുക്കത്തില്ല. മറിച്ച് ഞാൻ ഈ പറയാൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു, വെരി വെരി ക്രിട്ടിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്.
മറിച്ച് ഇന്ന് ദൈവത്തെ അറിയാൻ ഒരവസരവും കിട്ടാത്ത, സ്വർഗസ്ഥനായ ദൈവത്തെ അറിയാൻ ഒരവസരവും കിട്ടാത്ത ഒരു മജോറിറ്റി വേൾഡ് ഉണ്ട് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ കിടക്കുന്ന. ആ മജോറിറ്റി വേൾഡിന് 3 പേരുടെ പ്രസംഗം കേൾക്കാൻ അവസരം കിട്ടും. ഒന്ന്, 2 ദൂതന്മാർ പ്രസംഗിക്കുന്നത്, രട്ടുടുത്ത സാക്ഷികൾ പ്രസംഗിക്കുന്നത്, 1,44,000 ഇസ്രയേലുകൾ ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കുന്നത്. അവരാർക്കും തടയാൻ പറ്റത്തില്ല. അത് കേട്ട് ഈ മജോറിറ്റി വേൾഡിൽ നിന്നുള്ള പാവങ്ങൾ രക്ഷിക്കപ്പെടും. ഈ മജോറിറ്റി വേൾഡിൽ നിന്ന് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൽ നിന്നുള്ള പാവങ്ങൾ രക്ഷിക്കപ്പെടും. പക്ഷെങ്കിൽ ഇന്ന് എനിക്ക് ഇച്ചിരൂടെ പാപം ചെയ്തിട്ട് ഗുണപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ ക്രിസ്ത്യാനിക്ക് പോലും ദൈവം മാനസാന്തരത്തിൻ്റെ ആത്മാവിനെ കൊടുക്കത്തില്ല. ഇതെൻ്റെ കൺക്ലൂഷനാണ്. ഈ ഇന്നത്തെ ടോപ്പിക്സിൻ്റെ കൺക്ലൂഷനാണ്. അത് ഓർത്തോണം. The question, where are you? Are you on the side of truth or are you on the side of deception? നിങ്ങൾ സത്യത്തിൻ്റെ കൂടെയാണോ നിൽക്കുന്നത്, അതോ വഞ്ചനയുടെ, വ്യാജത്തിൻ്റെ കൂടെയാണോ നിൽക്കുന്നത്? നമുക്ക് തീരുമാനിക്കാം. ഇപ്പം ഞാൻ വളരെ വേദനയോട് പറയാൻ കാരണം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുവിശേഷം കേട്ട് സത്യദൈവത്തെ അറിയാനിടയായ പാശ്ചാത്യ രാജ്യങ്ങൾ, അവിടെ മുഴുവനും സ്വർഗസ്ഥനായ ദൈവത്തിനെതിരായും തൻ്റെ ജനമായ ഇസ്രായേലിനെതിരായിട്ടും തൻ്റെ വചനമായ വിശുദ്ധ വേദപുസ്തകത്തിനെതിരായിട്ടും തൻ്റെ പദ്ധതിയായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള വിശ്വാസങ്ങളുടെ നീതീകരണ രക്ഷ എന്ന പദ്ധതിക്ക് എതിരായിട്ട് അവരുടെ യൂണിവേഴ്സിറ്റികൾ, അവരുടെ ഇൻ്റലക്ച്വൽ സെൻറ്റേഴ്സ്, അവരുടെ പൊളിറ്റിക്കൽ വേൾഡ്, അവരുടെ ഇക്കണോമിക് വേൾഡ്, അവരുടെ സോഷ്യൽ ഗാദറിങ്സ്, അവരുടെ ലൈഫ് സ്റ്റൈല്, ഇത് മുഴുവനും തിരിഞ്ഞിരിക്കെ ദൈവത്തെ അറിയാൻ വയ്യാത്ത കുറേ സാധുക്കൾ അപ്പുറത്ത് കിടപ്പുണ്ട്. വിശുദ്ധ വേദപുസ്തകം ആ രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവർ രക്ഷിക്കപ്പെടും, അവർ നിത്യജീവൻ അവകാശമാക്കും. കുഞ്ഞാണ്ട് മണവാട്ടയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവരോ? അതിനെപ്പറ്റി വേദപുസ്തകത്തിൽ നമ്മളെ വളരെ ചിന്തിപ്പിക്കേണ്ട ഒരു റിമാർക്ക് പറഞ്ഞിട്ടുണ്ട്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനും കൂടെ പന്തിയിലിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരുണ്ടല്ലോ, രാജ്യത്തിൻ്റെ പുത്രന്മാർ, അവർ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. That is a saddest picture. Now, I'm bringing it to the core of the topics that I want to develop with you today. Unchanging end-time promises concerning Israel. ഇനി എന്തെല്ലാം ഇസ്രയേലിനുള്ള സമീപനം മാറ്റിയാലും, ലോകത്തിൽ ഏതൊക്കെ രാജ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും, ആരൊക്കെ എത്ര വലിയ മീറ്റിംഗ് കൂടിയിരുന്ന് തീരുമാനങ്ങൾ എടുത്താലും, ഇനിയല്ല അന്ത്യശാസനങ്ങൾ പുറപ്പെടുവിച്ചാലും, God doesn't care the least. God doesn't mind the least. God doesn't care the least. എന്തുകൊണ്ട്? Because there are 12 prophecies in the Bible given as promises to the nation Israel, which God can never ever change. അതിനുള്ള കാര്യം, ഇസ്രായേലിനോട് ദൈവം ഈ കാലഘട്ടത്തിൽ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിർവഹിക്കുമെന്ന് പറഞ്ഞ 12 പ്രോമിസസ് ഉണ്ട്. 12 പ്രോമിസസ് which God cannot change, because അങ്ങനെയുള്ള ആണയോടുകൂടിയ പ്രോമിസസ് ആണ്. നോക്കണേ, അബ്രഹാം ദൈവവുമായിട്ട് ഉടമ്പടി വെക്കുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ ചൊല്ലി സത്യം ചെയ്തു. ഇനിയും ഈ ലോകത്തിൽ മാറ്റാൻ കഴിയാത്ത ചില നിയമങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. എന്താ മാറ്റാൻ കഴിയാത്ത നിയമം? ഒന്ന്, സൂര്യൻ ഉദിക്കണം, 2 സൂര്യൻ അസ്തമിക്കണം, കടലിൽ വെള്ളം ഉണ്ടാകണം, കടലിൽ തിരമാല ഉണ്ടാകണം,
ഇതൊക്കെ അൺചേഞ്ചിങ് ലോ ആണ്. ഈ അൺചേഞ്ചിങ് ലോ വിളിച്ചു വരുത്തിയിട്ട് ദൈവം പറയാണ്, ഈ ലോ അങ്ങനാണെങ്കിൽ ഇസ്രയേലിനോട് ഞാൻ ചില ഉടമ്പടി ചെയ്യാൻ പോവാം. ആൻഡ് ഐ ആം നോട്ട് ഗോയിങ് ടു ബ്രേക്ക് ഇറ്റ്. ഹൗ മെനി? 12. ഈ 12 ഉടമ്പടികൾ, ഈ പ്രോമിസസ് ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതിൽ കീ നമ്പർ 1 എന്ന് പറയുന്നത്, കീ നമ്പർ 1, ഗോഡ്സ് കവനന്റ് പ്രോമിസ് ടു ജൂവിഷ് പീപ്പിൾ ഈസ് ഫോർ എവർ ആൻഡ് ഇറ്റ് ഈസ് അൺബ്രേക്കബിൾ എന്നാണ്. ദൈവത്തിന് ഇസ്രയേലിനുള്ള കവനന്റ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഉടമ്പടിയിൽ അധിഷ്ഠിതമായ വാഗ്ദത്തങ്ങൾ, ഉടമ്പടികളിൽ അധിഷ്ഠിതമായ വാഗ്ദത്തങ്ങൾ, കവനന്റ് പ്രോമിസ് എന്ന് പറയുന്നത് ഫോർ എവർ, എല്ലാ കാലത്തേക്കുള്ളതും. നമ്പർ 2, അൺബ്രേക്കബിൾ, അതാർക്കും ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നത് അല്ല. അതാണ് നമ്പർ 1. നമ്മൾ വായിക്കാൻ പോകുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 34, 35, 36 വാക്യങ്ങളാണ്. ജെറമായ ചാപ്റ്റർ 31 വേഴ്സസ് നമ്പർ 34, 35 and 36 ഐ എം ഗോയിങ് ടു റീഡ്. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കില്ല. അവർ ആബാലവൃത്തി എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കയും ഇല്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും സൈന്യങ്ങളുടെ യഹോവ എന്ന് നാമമുള്ളവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ വ്യവസ്ഥ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുമെങ്കിൽ ഇസ്രയേൽ സന്തതിയും സദാകാലവും എൻ്റെ മുമ്പിൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം മുടിഞ്ഞു പോകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വ്യവസ്ഥ മാറുമെങ്കിൽ, ഏത് വ്യവസ്ഥ മാറുമെങ്കിൽ? ഏത് വ്യവസ്ഥ മാറുമെങ്കിൽ? ശ്രദ്ധിച്ച്, 1, സൂര്യൻ അവിടെ ഇല്ല. സൂര്യൻ അവിടെ ഇല്ല എങ്കിൽ ചന്ദ്രന്റെ നക്ഷത്രങ്ങൾ അവിടെ ഇല്ല. 3, കടലിൽ വെള്ളമില്ല. 4, തിരമാലകളുമില്ല. ഇതൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഇസ്രയേലിനോട് പറഞ്ഞ എൻ്റെ വാഗ്ദത്തം മാറിപ്പോയി എന്നാണ്. ഞാൻ സദാകാലത്തും നിങ്ങളെ ആ രാജ്യത്ത് ഉറപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞ വാഗ്ദത്തം മാറിപ്പോയെന്നാണ്. അപ്പം നിങ്ങൾ എന്തോ നോക്കേണ്ടത്? ദൈവക്കള, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കിഴക്കോട്ട് നോക്കണം, സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ എന്ന്. സന്ധ്യയാകുമ്പോൾ പടിഞ്ഞാറോട്ട് നോക്കണം, സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടോ എന്ന്. വല്ലപ്പോഴും കടലിൻ്റെ അതിൽ പോവുകയാണെങ്കിൽ അതിനകത്ത് വെള്ളമുണ്ടോ, പറ്റിപ്പോയോ, തിരമാല വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ സേവിക്കുന്ന എൻ്റെ ഉടയവനും എൻ്റെ രക്ഷിതാവുമായി എൻ്റെ കർത്താവ് തൻ്റെ ജനത്തോട് ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, അവരെ അവിടെ ഉറപ്പിക്കുമെന്ന്. ഇതൊക്കെ അവിടെ എങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ആ വാഗ്ദത്തം മാറത്തില്ല. ഇസ്രയേൽ എന്ന രാജ്യം, ജനം അവിടെ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് കീ നമ്പർ 1. ഈ കീ നമ്പർ 1നെ ഉറപ്പിക്കുന്ന വേറൊരു വേദഭാഗം ഞാൻ നിങ്ങൾക്ക് റോമാലേഖനത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് വെരി റിലവൻ്റ് നൗ. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം മുതൽ നമുക്കിങ്ങനെ വായിക്കാം. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം മുതൽ, സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ, ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. ലുക്ക്, ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെ സംബന്ധിച്ച് അനുതപിക്കുന്നത്. അപ്പം മുമ്പേ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറയും, ഓ പാസ്റ്റർ ബാബു ജോൺ അത്
പഴയ നിയമത്തിൽ കിടന്നില്ല, നമ്മൾ പുതിയ നിയമത്തിലില്ലയോ? ശ്രദ്ധിച്ചോണം. ഇസ്രയേലിനെതിരായിട്ട് സംസാരിക്കാൻ തുനിയുന്ന ക്രിസ്ത്യാനികളായ ഈ കപട ബുദ്ധിജീവികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രയേലിനെ പറ്റി വിശുദ്ധ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ചോസൻ പീപ്പിൾ, തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ പഴയ നിയമത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുപോലെ സ്ഥിരമായിട്ട് യാതൊരു മാറ്റവുമില്ലാതെ, ഒരു ചേഞ്ചുമില്ലാതെ വിശുദ്ധ പുതിയ നിയമത്തിലും ദൈവം അത് സ്ഥാപിച്ചിരിക്കുന്നു. കീ നമ്പർ 1. Key number 2. God said he would re-establish the nation of Israel in a day. ദൈവം പറഞ്ഞു, ഇസ്രയേൽ അവിടുന്ന് പൊളിഞ്ഞ് ഇല്ലാതായി പോകും. എന്തുകൊണ്ട്? ഡിസൊബീഡിയൻസ് കൊണ്ട്. ഒരിക്കൽ അവർ കർത്താവിനെ കേൾക്കാഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞതുകൊണ്ട്, അനുസരണക്കേട് കാരണം അവർ തള്ളിപ്പോവും. ഇസ്രയേൽ ഹാസ് ബീൻ എക്സൈൽഡ് on more than one occasion for gross disobedience and their unfaithfulness. Gross disobedience, unfaithfulness കാരണം ഒന്നിലധികം പ്രാവശ്യം ആ ദേശത്ത് നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടവരാണ് ഇസ്രയേൽ. പക്ഷെങ്കിൽ ഒരു കാര്യം ദൈവം പറഞ്ഞു. എന്താണ്? At God's right time he would bring them back and he would make them a nation once again. തൻ്റെ കൃത്യസമയമാകുമ്പോൾ ദൈവം തിരിച്ച് അവരെ അവിടെ കൊണ്ടുവന്നിട്ട് എവിടെ നിന്ന് അവർ ചിതറിപ്പോകപ്പെട്ടോ, എവിടെ നിന്നാണ് അവർ ചിതറിപ്പോയത്, അതേ സ്ഥലത്ത് ദൈവം അവരെ തിരിച്ചു കൊണ്ടുവന്ന് നടും. എത്ര നാളെടുക്കും അതിന്? ഇത് പഞ്ചവത്സര പദ്ധതി അല്ല കേട്ടോ, 5 years പ്ലാൻ അല്ല. പിന്നെ എത്ര നാളെടുക്കുന്ന പദ്ധതി എന്നറിയാമോ? ഒറ്റ ദിവസം കൊണ്ട്. ഇൻ 1 day I would do it. ദൈവം പറഞ്ഞതാ. എവിടെ പറഞ്ഞതാ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നോക്കിയോണേ. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആര് കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? നീയോ സിയോനെ, നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഞാൻ പ്രസവദ്വാരത്തിങ്കിൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഓക്കെ, ഇത് വാസ്തവത്തിൽ സംഭവിച്ചോ? ഇങ്ങനെ പറഞ്ഞൊരു കാര്യം വാസ്തവത്തിൽ സംഭവിച്ചോ? യെസ്, ഇൻഡീഡ്, ഇസ്രയേൽ വാസ് റീബോൺ ഇൻ 1 day. ഒറ്റ ദിവസം. ഏതാണ് ദിവസം? എപ്പോഴും ഞാൻ പറഞ്ഞു, എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. 1948 May 14, 1948 മെയ് മാസം 14-ാം തീയതി യുണൈറ്റഡ് നേഷൻസിൽ പ്രഖ്യാപനം ഉണ്ടായി. ഇസ്രയേൽ എന്ന രാജ്യം ജനിച്ചിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഒരു രാജ്യം ഉണ്ടായതായിട്ട് ലോക ചരിത്രത്തിൽ ഇന്ന് വരെ നമുക്ക് കാണാൻ കഴിയത്തില്ല. നോ, ഇത് ഒരു എന്താ പറയുക, ഒരു കെട്ടുകഥയല്ല, അല്ലെ ഒരു സിംബോളിക്കായിട്ട് പറഞ്ഞതല്ല, അക്ഷരികമായിട്ട് സംഭവിക്കും. നിങ്ങൾ നോക്കിച്ചോണേ, ഇത് സംഭവിച്ച 1948-ലാണെങ്കിൽ 1948 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് 650 വർഷം മുമ്പ് പ്രവാചകനായ യെശയ്യാവിനെ കൊണ്ട് സ്വർഗസ്ഥനായ ദൈവം പ്രവചിപ്പിച്ചു, ഒരു ദിവസം കൊണ്ട് ഇസ്രായേൽ രാജ്യമായിട്ട് തീരുമെന്ന്. ആർക്കെങ്കിലും മനസ്സിലായി കഴിഞ്ഞെന്താ പറഞ്ഞെന്ന്? ആർക്കും മനസ്സിലായില്ല. പക്ഷെ സംഭവിച്ചപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി. യഹോവ ദൈവം അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി എന്ന്. ഇനി കീ നമ്പർ 3, മൂന്നാമത്തെ കീ പറയാൻ പോവാണ്. The Jews would return to Israel from all over the earth. ലോകം മുഴുവനും ചിതറിപ്പോയ ഒരു ജനം എത്ര രാജ്യങ്ങളിൽ നിന്ന്?
100 രാജ്യങ്ങളിൽ 100 നേഷൻസിലായിട്ട് ചിതറിപ്പോയ ഒരു ദേശം, ഒരു ജനം. എത്ര? 100 നേഷൻസിലായിട്ട് ചിതറിപ്പോയൊരു ജനം ആ ചിതറിപ്പോക്കിൽ നിന്ന് തിരിച്ചു വരുമെന്ന്, ചിതറിപ്പോക്കിൽ നിന്ന് തിരിച്ചു വരുമെന്ന് എന്ത് ചെയ്തു? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം പ്രവചിച്ചു. എവിടെയാ പ്രവചിച്ചത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അന്നാളിൽ വംശങ്ങൾ കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. ഇശായി വേര എന്ന് പറഞ്ഞാൽ ഇശായിയുടെ പുത്രനായ ദാവീദിന്റെ ജനമെന്ന് അറിയപ്പെടുന്നവർ, ഇസ്രായേൽ മക്കൾ അന്വേഷിച്ചു വരും. അവന്റെ വിശ്രാമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ശിനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രയേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. ഇത് ഓൾറെഡി സംഭവിച്ചു. ഒരിക്കൽ സംഭവിച്ചുകൊണ്ട് തീർന്നില്ല. ഇന്നും ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഉറങ്ങിപ്പോകാൻ സാധ്യതയുള്ള വിഷയമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മുഖഭാവം കാണുമ്പം നിങ്ങൾ ഉറങ്ങാൻ തയ്യാറായിരിക്കുമെന്ന് എനിക്ക് ഇതിനോട് മനസ്സിലായി. പക്ഷേ ഇന്ന് മുഴുവൻ തീർത്തിട്ടേ വിടത്തുള്ളൂ. തമിഴന്മാർ പറയുമ്പോൾ ഇന്ന് വിടമാട്ടയാണ്. ഞങ്ങൾ 12 കേൾക്കാൻ റെഡി ആയിരിക്കുക പക്ഷേ. ഇസ്രയേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇസ്രയേൽ ആദ്യം ചിതറിപ്പോകുന്നത് 722 അല്ലെ 720 BC-യിലാണ് അശൂരിലേക്ക്. അവരാരും തിരിച്ചു വന്നില്ല. അതിനുശേഷം 584 BC-യിൽ ബാബിലോണിലേക്ക് ചിതറിപ്പോയവരാണ് യഹൂദന്മാർ. ഏത്? ജൂദയും ബെന്യാമീനും. ആദ്യത്തെ 10 പേരെന്ത് ചെയ്യേ? ആദ്യത്തെ 10 പേര് തിരിച്ചു വന്നതായിട്ട് ചരിത്രമില്ല. നിങ്ങളിനി ശ്രദ്ധിച്ചു കേട്ടോണം. ആദ്യത്തെ 10 പേര് എവിടെ കിടപ്പുണ്ടെന്ന് സ്വർഗസ്ഥനായ ദൈവത്തിനറിയാം. കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരെവിടൊക്കെ പോയോ? അവരെവിടെയൊക്കെ പോയി? അസേറിയൻ എംപയറിൽ, ഈജിപ്തില്, കൂശില്, ഈലാമില് എന്ന് പറയുന്ന ഈ സ്ഥലങ്ങൾ മുഴുവൻ ഈ 10 ട്രൈബ്സ് ചിതറിപ്പോയി. 1948 ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കപ്പെട്ട ശേഷം ആ ഹോളോകോസ്റ്റോടുകൂടി അതിനുശേഷം ഇന്ന് വരെ ഈ ചിതറിക്കപ്പെട്ടു പോയ 10 ട്രൈബ്സിൽ നിന്നുള്ള ആളുകളെ ദൈവം എണ്ണിപ്പറക്കി ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഈ ചിതറിപ്പോയിരുന്നറിയാമോ? അവരുടെ പേരൊക്കെ മാറ്റി, അവരുടെ വസ്ത്രരീതി മാറ്റി, പബ്ലിക്കിൽ സംസാരിക്കുന്ന ഭാഷ മാറ്റി, യഹൂദന്മാരെന്ന ഇസ്രയേലിയെന്ന് ആരും അറിയാതിരിക്കാൻ. പക്ഷേ എന്തെന്നറിയാമോ? അവരെല്ലാം സീക്രട്ട് ഐഡൻറ്റിറ്റി സിനഗോഗ്സുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ, റഷ്യയിൽ താമസിക്കുന്നവരാണെങ്കിൽ റഷ്യയിലെ സിനഗോഗുകളിൽ അവരുടെ പേരും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അറിയാം ഇന്ന വംശത്തിൽ ഇന്ന ആളുടെ മോനാണെന്ന്. പക്ഷെ പബ്ലിക്കിൽ അവർ കാണിക്കത്തില്ല. കാര്യം പബ്ലിക് കാണിക്കുന്നതുകൊണ്ട് സേഫ്റ്റി ഇഷ്യൂ. അങ്ങനെ 1900 വർഷം ലോകത്തിൽ ഐഡൻറ്റിറ്റി മറച്ചു വെച്ച് ജീവിച്ച ഒരു ജനത്തെ അവരെവിടെ കിടപ്പുണ്ടെന്ന് അറിയാവുന്ന സ്വർഗസ്ഥനായ ദൈവം ഈ 10 ട്രൈബിലുള്ളവരെയും ഞാൻ മുമ്പേ വായിച്ച അതേ സ്ഥലങ്ങളിൽ നിന്ന്, ദ്വീപുകളിൽ നിന്ന്, ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂളയിൽ നിന്ന്
ദാ ഇങ്ങനെ ചൂള കുത്തി വിളിച്ച് 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 കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇനി കീ നമ്പർ 4, നാലാമത്തെ കീ ഞാൻ പറയാൻ പോവാ. The returning people will come from the north and the south. The returning people will come from the north and the south. എവിടുന്ന ഈ നോർത്ത് ആൻഡ് സൗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഓക്കെ, ലെറ്റ്സ് കം ടു ജെറമായ ചാപ്റ്റർ 16 വേഴ്സ് 13 to 16. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം. യെസ്, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെ വാക്യങ്ങളിൽ നമുക്ക് വരും. ജെറമായ ചാപ്റ്റർ 16 വേഴ്സസ് നമ്പർ 13 to 16 ഞാൻ വായിക്കാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്ത് നിന്നും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും അറിയാത്ത ഒരു ദേശത്തേക്ക് നീക്കിക്കളയുകയും അവിടെ നിങ്ങൾ രാവും പകലും അന്യദേവന്മാരെ സേവിക്കുകയും അവിടെ ഞാൻ നിങ്ങൾക്ക് കൃപ കാണിക്കുകയുമില്ല. ആകയാൽ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ ദേശത്തു നിന്നും കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനി പറയാതെ ഇസ്രായേൽ മക്കളെ വടക്കേ ദേശത്തു നിന്നും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. ഇതാ, ഞാൻ അനേകം മീൻപിടിക്കാരെ അടുത്തു വരുത്തും, അവർ അവരെ പിടിക്കും. അതിൻ്റെ ശേഷം ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും, അവർ അവരെ എല്ലാ മലയിൽ നിന്നും എല്ലാ കുന്നിൽ നിന്നും പാറപ്പിളപ്പുകളിൽ നിന്നും നായാടി പിടിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്തെന്നറിയാമോ? ആദ്യം ഇസ്രയേൽ അടിമയായിരുന്ന മിസ്രൈമിലാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ കൂടിവേറിലെല്ലാം മിസ്രൈമിൻ്റെ അടിമദേശത്ത് നമ്മളെ വിടുവിച്ച ദൈവമായ യഹോവ എന്ന് പറയുമായിരുന്നു. അവരുടെ പെസഹ പെരുന്നാളിന് അവർ പെസഹ കഴിക്കാനിരിക്കുമ്പോൾ അപ്പം എടുത്ത് വാഴ്ത്തും പറയും, ദിസ് ബ്രെഡ് ഈസ് ഇൻ റിമെമ്പറൻസ് of the cup of the bread of affliction that our fathers had eaten in the land of Egypt എന്ന് ഈ അപ്പം വാഴ്ത്തുമ്പോൾ അവർ പറയുന്നതാണ്. നമ്മുടെ പിതാക്കന്മാർ മിസ്രൈമിൽ കഴിച്ച കഷ്ടത്തിൻ്റെ അപ്പത്തിൻ്റെ ഓർമ്മയാണെന്ന് പറഞ്ഞാണ് ഒരു ബ്രെഡ് മുറിക്കുന്നത്. പെസഹായിക്കാണ് കേട്ടോ ഇവിടെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വടക്കേ ദേശത്തുനിന്ന് വിളിച്ചു വരുത്തിയ യഹോവയാണ്. വടക്കേ ദേശത്ത് നിന്ന് വിളിച്ചു വരുത്തിയ യഹോവയാണ് എന്ന് പറഞ്ഞ അർത്ഥമല്ല. വടക്ക് നിന്നും തെക്കുന്ന് വിളിച്ചു വരുന്ന അർത്ഥമല്ല. അർത്ഥം ഇതേ ഉള്ളൂ, ഇസ്രയേലിൻ്റെ നേരെ വടക്കാണ് ആര് കിടക്കുന്നത്? റഷ്യ കിടക്കുന്നത്. റഷ്യയിലായിരുന്നു ഒരു ലാർജ് മജോറിറ്റി യഹൂദന്മാർ പ്രവാസികളായി പോകേണ്ടി വന്നത്. അവിടെ ഒരു പ്രത്യേകത എന്നറിയാമോ? ഈ യഹൂദന്മാരുടെ പ്രത്യേക ഇൻ്റലക്ച്വൽ ടാലൻറ്റ് കൊണ്ടും റഷ്യയുടെ റിസോഴ്സ് അവൈലബിലിറ്റി കൂടുതൽ കൊണ്ടും അവർ ഭയങ്കര റിച്ചായി. റഷ്യയിൽ became immensely rich in Russia. ഇമ്മൻസ്ലി റിച്ച് ഇൻ റഷ്യ ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കിക്കോണേ, നമ്മൾ നല്ല കാശുകാരായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് നമ്മൾ അവിടുന്ന് പോകുമോ? ആലോചിക്കുക. നമ്മുടെ വിൽസൺ കടൽ ഭാഷ തന്നെ കുറേ വർഷം മുമ്പ് ഇവിടെ പോയത്. എവിടെ? പിന്നെ കാനഡയിൽ പോയതാണ്. അവിടെ ചെന്ന് എഞ്ചിനീയർ ഇല്ലേ, ജോലി ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കി ഒരുപാട് വീടുകളും മേടിച്ച് മക്കളൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിലുമായി. പിന്നെ കാശിട്ട് ഒരു മുട്ടൻ ചർച്ചും മേടിച്ച് എല്ലാം റെഡിയായി കഴിഞ്ഞപ്പം വെച്ചു സർക്കാർ പറയാം, പാസ്റ്ററേ ഇങ്ങി വാ, ഞങ്ങളുടെ വെച്ചു സർക്കാർ ഇവിടെ താമസിക്കാൻ വരുമോ? നല്ല കാര്യം. വല്ലപ്പോഴും അവിടെ പോയാൽ പോലും 2-3 ദിവസം അവിടെ പല്ല് കടിച്ചോണ്ട് താമസിക്കുന്നത്. അത് കഴിഞ്ഞ് നാട് വിട്ട് തിരിച്ചു പോകും. ഈ നമ്മൾ അങ്ങനെയാണ്. ഇസ്രയേലിൻ്റെ ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാനും ഇതിനകത്ത് ഒഴിവുള്ളവനല്ല. ഞാൻ 27 വർഷമായി ലണ്ടനിൽ താമസിക്കുക. എൻ്റെ ഭാര്യയും പറയും, എൻ്റെ പൊന്നച്ചാ മതി, നമുക്ക് അവിടെ കാണുമ്പോൾ വല്ല കപ്പയും മീൻകറി വല്ലതും തിന്നുകൊണ്ട് നാട്ടിലെങ്ങാനും കിടക്കാം എന്ന് പറഞ്ഞ് ഞാൻ പോകും. അപ്പം
ഇങ്ങനെ ഇസ്രായേൽ മക്കൾ എവിടെ താമസിച്ചത്? റഷ്യ താമസിച്ചത്. പക്ഷെ ഒരു മീൻപിടുത്തക്കാരൻ്റെ വലയ്ക്കകത്തൊരു മീൻ പെട്ട് കഴിഞ്ഞാൽ മീൻ ഇഷ്ടം പോലെ പോകത്തില്ല. അവൻ എവിടെ കൊണ്ട് പിടിച്ചു അവിടെ പോകും. ഒരു ഗുഹയ്ക്കല്ല, ഒരു മാളത്തിൽ, ഒരു മരത്തിൽ, അല്ലെങ്കിൽ ഒരു ഒരു കുറ്റിക്കാട്ടിൽ ഒരു മൃഗം സ്വസ്ഥമായിരിക്കുക. പക്ഷെ വേട്ടക്കാരൻ അവിടെ ചെന്ന് കഴിഞ്ഞാലോ മൃഗം സ്വസ്ഥമായിരിക്കാതെ അതിനെ അവിടെ നിന്ന് ഓടിച്ച് അവൻ എവിടെ എത്തിക്കും അവിടെ എത്തിക്കും. ഇതുപോലെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമാക്കിക്കൊണ്ട്, നിയമം മുഴുവൻ പ്രതികൂലമാക്കിക്കൊണ്ട് സകല നിയമങ്ങൾ ഇസ്രയേലിനെതിരായിട്ട് എഴുതിച്ച് നോക്കിക്കോണേ, തലേ കൈവച്ചുകൊണ്ട് റഷ്യയിൽ നിന്ന് ഇസ്രയേൽ തിരിച്ചു വന്നു. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഹിസ്റ്ററി. അത് ചരിത്രമാണ്. ഈ രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. Now, it's very, very, very significant. ഏതാ ഈ വടക്കുന്ന് കൊണ്ടുവന്നുള്ളതാണ്. Now, key number 5. അഞ്ചാമത്തെ കീ പ്രവചനം ഞാൻ പറയാൻ പോവാണ്. God will restore the land. It will be fruitful. It will be more prosperous than any time in history. ചരിത്രത്തിൽ ഇതുവരെ ഇസ്രയേലിൻ്റെ രാജ്യം ഫ്രൂട്ട്ഫുൾ ആകുന്നതിനെക്കാട്ടിൽ ഇസ്രയേലിൻ്റെ രാജ്യം, ഇസ്രയേൽ ദേശം ഫലങ്ങളെ കൊണ്ട് നിറഞ്ഞു, പഴങ്ങളെ കൊണ്ട് നിറഞ്ഞു, സകലവിധമായ സമൃദ്ധി കൊണ്ട് നിറഞ്ഞു. ഇങ്ങനെ ദൈവം പറഞ്ഞതായിരുന്നോ? നമുക്ക് ദൈവത്തോടും ചോദിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിന് എസീക്കിയേൽ ചാപ്റ്റർ 36 വേഴ്സസ് നമ്പർ 6 to 12, 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോവാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ന്റെ 6 മുതൽ 12 വരെ. അതുകൊണ്ട് നീ ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് പ്രവചിച്ച് മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജാതികളുടെ നിന്ദയെ വഹിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ തീഷ്ണതയോടും എൻ്റെ ക്രോധത്തോടും സംസാരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി തങ്ങളുടെ ലജ്ജ വഹിക്കും എന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ, ഇസ്രായേൽ ഗൃഹം മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ നിവാസികൾ ഉണ്ടാകും, ശൂന്യപ്രദേശങ്ങളെയും പണിയും. ഞാൻ നിങ്ങൾ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും. അവർ പെരുകി സന്താനപുഷ്ടിയുള്ളവരാകും. ഞാൻ നിങ്ങൾ പണ്ടത്തേതുപോലെ ആളെ പാർപ്പിക്കും. നിങ്ങളെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഞാൻ നിങ്ങൾ മനുഷ്യരെ, എൻ്റെ ജനമായ ഇസ്രായേലിനെ സഞ്ചരിക്കുമാറാക്കും. ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കയറ്റി അയക്കുന്നത് ഈ കണ്ണിലിട്ട കരുകേൽക്കാൻ ഇല്ലാത്ത ഇച്ചിരി ഈ രാജ്യമാണ്. ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ ഇറങ്ങി ഒരു 5 മിനിറ്റ് നടന്നാൽ ഈ ടൗണിൽ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റുണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ നിരത്തി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ 90% ദ ബെസ്റ്റ് എവർ പോസിബിൾ ഇൻ ദ വേൾഡ്. ലോകത്തിൽ വേറെ ഒരു രാജ്യത്തും വിളയാത്ത ഏറ്റവും നല്ല ഫ്രൂട്ട്സും ഏറ്റവും നല്ല വെജിറ്റബിൾസും കിട്ടും. എവിടെ നിന്ന് വന്നതെന്നറിയാമോ? ഇസ്രയേലിൽ നിന്ന് വന്നത്. വെസ്റ്റേൺ വേൾഡ് മുഴുവൻ, പാശ്ചാത്യ ലോകം മുഴുവൻ നല്ല ഫ്രൂട്ട്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ, നല്ല വെജിറ്റബിൾസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏതാ വിഷമടിക്കാത്ത, മറ്റുപദ്രവം ഉണ്ടാകാത്ത നല്ല ഫ്രൂട്ട്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആരെ വേണം? ഇസ്രയേലിനെ വേണം. ആരാ ഇങ്ങനെ പറഞ്ഞത്? സ്വർഗസ്ഥനായ ദൈവം. എന്നാ ഇങ്ങനെ പറഞ്ഞത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇന്ന് നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. നല്ല ഒന്നാന്തരം ഷാരൻ ഫ്രൂട്ട്സ്.
എനിക്കിപ്പോൾ കഴിക്കാൻ പെർമിഷൻ ഇല്ല. നല്ല ഒന്നാം തരം ഷാരൻ ഫ്രൂട്ട്സ്, ഇത്രയും നല്ല ഓറഞ്ച്, ഇത്രയും നല്ല ഗ്രേപ്സ്, ഇതൊക്കെ കടയിൽ പോയി മേടിച്ച് ഈ സഞ്ചിക്കകത്തിട്ട് തൂക്കിക്കൊണ്ട് പോകുന്നുണ്ടേ ഈ വിവരമില്ലാത്ത ക്രിസ്ത്യാനിയെങ്കിലും മനസ്സിലാക്കണം, ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വർഗസ്ഥനായ ദൈവം തൻ്റെ ജനത്തോട് പറഞ്ഞ വാഗ്ദത്തം. നമ്മൾ ശലോമോൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പിതാക്കന്മാരുടെ തിരുവായ് കൊണ്ട് അരുളി ചെയ്ത് മക്കൾക്ക് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ വാഗ്ദത്തം കാരണമാണ് വിഷമടിക്കാത്ത ഈ ഒന്നാം തരം ഫ്രൂട്ട്സ്. മനസ്സിലായോ? തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ കൊണ്ടുവന്ന സാധനമല്ല ഇത്. നല്ല ഒന്നാം തരം ഫ്രൂട്ട്സ് എനിക്ക് കഴിക്കാനിടയായത്. അപ്പം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇനി കീ നമ്പർ 6, ആറാമത്തെ കീ പറയാൻ പോവാ. ഗോഡ്സ് പീപ്പിൾ വിൽ ഹാവ് ഇൻസ്റ്റേബിൾ ലവ് ഓഫ് ദർ ലാൻഡ് ഓഫ് ഇസ്രയേൽ, സോറി, ഇൻസേഷ്യബിൾ ലവ് ഫോർ ദ ലാൻഡ് ഓഫ് ഇസ്രയേൽ, ആൻഡ് ദിസ് സിഗ്നൽസ് എ ടൈം ഓഫ് ഫേവർ ഫോർ സയൻ. ദൈവത്തിൻ്റെ മക്കൾക്ക്, ഇസ്രയേൽ മക്കൾക്ക് ആ നാടിൻ്റെ കല്ലിനോടും മണ്ണിനോടും പൂഴിയോടും കനിവ് തോന്നും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയാൻ എനിക്കിപ്പോൾ സമയമില്ല, കാര്യം എൻ്റെ ടൈം വേണ്ട തീരാറാകുക. 6 കീവേഡ്സ് ഞാൻ പറഞ്ഞുള്ളൂ, ബാക്കി 6 കൊണ്ട് പറയാനുണ്ട്. 102-ാം സങ്കീർത്തനത്തിൻ്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 102-ാം സങ്കീർത്തനം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഓടിച്ചു നോക്കാം. അത് എഴുതി ആരാന്ന് നിങ്ങൾക്ക് ആർക്കും അറിയാമെങ്കിൽ എന്നോട് വിളിച്ച് പറയണം. ഇനി അറിയത്തില്ലെങ്കിൽ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി. ഇപ്പം ഇവിടെ വിളിച്ച് പറയാൻ പോകുന്നില്ല. ഓക്കെ, 102-ാം സങ്കീർത്തനം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. നീയോ യഹോവ എന്നേക്കുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുറയായി നിൽക്കുന്നു. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതേ, അതിന് സമയം വന്നിരിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു. യഹോവ സിയോനെ പണിയുകയും തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ ആദ്യത്തിലെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട്. ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കും. സൃഷ്ടിക്കപ്പെടാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. 102-ാം സങ്കീർത്തനത്തിൻ്റെ 12 മുതൽ 18 വരെ വാക്യങ്ങളാണ് ഞാനിവിടെ വായിച്ചത്. ഇത് ഭക്തനായൊരു മനുഷ്യൻ മനപ്രയാസത്തിൽ ഹൃദയം തകർന്ന് മുട്ടുകുത്തി ബാബേലിലെ ഒരു മുറിക്കകത്ത് കമന്ന് കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന എന്നറിയാമോ? ബാബേലിൽ പോയ ദൈവമക്കള് അവിടെ ഇതുപോലെ ഒരുപാട് സമൃദ്ധിയായപ്പം തിരിച്ചു വരത്തില്ല, ഞങ്ങൾ ഇവിടെ കിടന്നോളാമെന്ന്. തിരിച്ചു പോയി യെരുശലേം നഗരം പണിയണം, യെരുശലേം ദേവാലയം പണിയണം. അവർ വരത്തില്ല. അവർ വരായിരുന്ന സമയത്ത് ഈ ഭക്തൻ പ്രാർത്ഥിക്കുക, ദൈവമേ, ഇവർക്ക് ഈ നാടിൻ്റെ മണ്ണിനോടും പൂഴിയോടും കല്ലിനോടും ഒരു കനിവ് തോന്നണമെന്ന്. എന്നിട്ട് പ്രൊഫറ്റിക്കലായിട്ട് അദ്ദേഹം പറയുക, യെസ്, വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കുമെന്ന്. ഡിഡ് ഇറ്റ് ഹാപ്പൻ? എക്സാക്ട്ലി ഹാപ്പൻഡ്. ഇനി കീ നമ്പർ 7 പറയുകയാണ്. God will change the heart of Israel from stone to flesh. കല്ലായുള്ള ഹൃദയം ഇസ്രയേലിൽ നിന്ന് മാറ്റിയിട്ട് മാംസളമായ ഹൃദയം ദൈവം അവർക്ക് കൊടുക്കും. God will change the heart of his people Israel from stone to flesh. കല്ലായ ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം ദൈവം അവർക്ക് കൊടുക്കും. ഈ ഡിവൈൻ പ്ലാന് ഇതൊരു വലിയ റിഡംഷൻ പ്ലാനാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് റിഡംഷൻ പ്ലാൻ. ഇതെങ്ങനെ സംഭവിക്കും? ഒരു വലിയ ചോദ്യമാണ്.
അതിന് നമുക്ക് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായത്തിലേക്ക് വരണം. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായത്തിൻ്റെ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ് ശരിക്കും ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. 36 6 മുതൽ 12 വരെ. അതുകൊണ്ട് നീ ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് പ്രവചിച്ച് മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജാതികളുടെ നിന്ദയെ വഹിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ തീഷ്ണതയോടെ എൻ്റെ ക്രോധത്തോടും കൂടെ സംസാരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചലമായി തങ്ങളുടെ ലജ്ജ വഹിക്കും എന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കുകൊണ്ട് കൊമ്പുകൾ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പിൻ. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. നിങ്ങൾ കൃഷിയും വിതയും നടക്കും. ഞാൻ നിങ്ങളുടെ മനുഷ്യരെ ഇസ്രായേൽ ഗൃഹം മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ നിവാസികൾ ഉണ്ടാകും, ശൂന്യപ്രദേശങ്ങളും പണിയും. ഞാൻ നിങ്ങൾ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും. അവർ പെരുകി സന്താനപുഷ്ടിയുള്ളവരാകും. ഞാൻ നിങ്ങൾ പണ്ടത്തേതുപോലെ ആളെ പാർപ്പിക്കും. നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ഞാൻ യഹോവയെ നിങ്ങൾ അറിയും. ഞാൻ നിങ്ങളുടെ മനുഷ്യരെയും എൻ്റെ ജനമായ ഇസ്രായേലിനെ തന്നെയും സഞ്ചരിക്കുമാറാക്കും. ഐ റിമെമ്പർ റീഡിങ് ഇറ്റ് യു ഓൾറെഡി. യഹെസ്കേൽ പ്രവചനം 36 അധ്യായത്തിൻ്റെ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ഹാസ് ഇറ്റ് റിയലി ഹാപ്പൻ എന്നുള്ള ക്വസ്റ്റ്യൻ, നമുക്ക് എൻ്റെ 16 വാക്യത്തിലേക്ക് വരാം. കുറെ കൂടെ സ്പെസിഫിക് ആയിട്ട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ട് എന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ ദേശത്ത് പാർത്തിരുന്നപ്പോൾ അവർ അതിനെ തങ്ങളുടെ നടപ്പ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും മലിനമാക്കി. എൻ്റെ മുമ്പാകെ അവരുടെ നടപ്പ് ഇതുവായ സ്ത്രീയുടെ മാലിന്യം പോലെ ആയിരുന്നു. അവർ ദേശത്ത് ചൊരിഞ്ഞ രക്തം നിമിത്തവും അതിലെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് മലിനമാക്കിയത് നിമിത്തവും ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു. അവർ ദേശങ്ങൾ ചിതറിപ്പോയി. അവരുടെ നടപ്പിനും പ്രവൃത്തിക്കും തക്കവണ്ണം ഞാൻ അവരെ ന്യായം വിധിച്ചു. അവർ ജാതികളുടെ ഇടയിൽ ചേർന്നപ്പോൾ ഇപ്പോൾ യഹോവയുടെ ജനം, അവൻ്റെ ദേശം വിട്ടുപോകേണ്ടി വന്നവർ എന്ന് അവർ അവരെക്കുറിച്ച് പറയാറാക്കിയതിനാൽ അവർ അവൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കിയെങ്കിലും ഇസ്രായേൽ ഗൃഹം ചെന്നു ചേർന്ന ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെക്കുറിച്ച് എനിക്ക് അയ്യോഭാവം തോന്നി. അതുകൊണ്ട് നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് പ്രാർത്ഥന ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നിമിത്തമല്ല, നിങ്ങൾ ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എൻ്റെ വിശുദ്ധ നാമ നിമിത്തം അത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് മൈ ഹോളി നെയിം, ദൈവം പറയാം, ബിക്കോസ് ഓഫ് മൈ ഹോളി നെയിം, എൻ്റെ വിശുദ്ധ നാമ നിമിത്തം ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് എന്ന്. കീ നമ്പർ 8, 6ാമത്തെ കീ. God will use Gentile nations to bless his nation and the people Israel. 8ാമത്തെ കീ, ദൈവം ഇതര ജാതികളെ തൻ്റെ ജനമായ ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും. God will use Gentile nations to bless his people Israel. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് റോമാലേഖനം 11 അധ്യായത്തിൻ്റെ 11 വാക്യം ഞാൻ വായിച്ച ഭാഗത്തേക്ക് ഓടി നമുക്ക് വീണ്ടും വരണം. റോമാലേഖനം ഞാൻ ഓൾറെഡി വായിച്ചതാണ്. ഒരു പ്രാവശ്യം കൊണ്ട് റോമാലേഖനത്തെ നമുക്ക് ലെറ്റ്സ് കം ടു എപ്പിസോഡ്സ് റോമൻസ് വൺസ് അഗെയിൻ, വേഴ്സസ് നമ്പർ 11 ഓൺവേർഡ്സ്. ഞാൻ തന്നെ വായിച്ച് കേൾപ്പിക്കാം. റോമാലേഖനം 11 മുതൽ. എവിടെയാണ് വായിച്ചത്? എന്നാൽ അവർ വീഴേണ്ടതിനു ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമല്ല. ഇസ്രായേൽ മക്കൾ ഇടറിപ്പോയി. അവർ വീഴാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാകാൻ വേണ്ടിയല്ല. അവർക്ക് എരിവ് വരുത്താൻ അവരുടെ ലംഘന ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. നോക്കണേ, അവരുടെ രക്ഷ ഞാനെടുത്ത് ജാതികൾ കൊടുത്തു, അപ്പോൾ അവർക്ക് എരിവ് വന്നു. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിൻ്റെ ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായി ആയിരിക്കാൽ
ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ലവിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ. ഇസ്രയേല് തൻ്റെ ദേശത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയത് ദൈവത്തിന് ലോകത്തെ ജാതികളോട് തന്നെ നിരപ്പിപ്പാൻ കാരണമായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ഡം മുഴുവൻ അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകൾ അങ്ങനെ തന്നെ. കൊമ്പുകൾ ചിലത് ഒടിച്ചിട്ട് കാട്ടിലുവായ നിന്നെ അവരുടെ ഇടയിൽ ഒട്ടിച്ചേർത്തു. ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ പങ്കിന് വേരിന് പങ്കാളിയായി തീർന്നു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിച്ചെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നു എന്നോർക്ക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നിലനിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ലെറ്റ് മീ ബി എ ബിറ്റ് ഫാസ്റ്റ്. കേട്ടോണം, മുമ്പ് ഞാൻ പറഞ്ഞ ഒലിവ് ട്രീ കൺസെപ്റ്റിനെ പറ്റി. ദൈവത്തിൻ്റെ സ്വാഭാവിക ഒലിവരമാണ് ഇസ്രായേൽ. അതിൽ നിന്ന് യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ അംഗീകരിക്കാൻ കഴിയാത്ത ബ്രാഞ്ചുകളെ ദൈവം ഒടിച്ചു കളഞ്ഞിട്ട് ക്രിസ്തുവിനെ വിശ്വസിച്ച കാട്ടൊലിവായ നമ്മളെ അവിടുന്ന് ഒടിച്ചു കൊണ്ടുവന്ന് ഈ ഒലിവത്തിൽ ചേർത്ത്, എന്തിനെന്നറിയാമോ? ശ്രദ്ധിച്ചോണം. ഈ ഒലിവത്തിൽ ചേർത്ത് നീ അവിടെ നിന്ന് ഞെളിയാനല്ല, UN അസംബ്ലി കൂടിയിട്ട് ഇസ്രായേലിനെ വെരുട്ടാനല്ല, മറിച്ച് ആ റൂട്ടുണ്ടല്ലോ, സ്വാഭാവിക ഒലിവ് മരം എന്ന ആ റൂട്ട് ഇസ്രായേൽ, ആ റൂട്ടിനോട് നീ നന്ദി പറയാനാണ്. യു ഹാവ് ടു പ്രൈസ് ദം. ഒരു ശ്രദ്ധിച്ചോണേ, ഇസ്രായേൽ എന്ന ദേശത്തിൻ്റെ ഏറ്റവും വലിയ വരുമാനത്തിൽ ഒന്ന് അവരുടെ ടൂറിസമാണ്. ആരാ അവിടെ വരുന്നത്? ലോകം മുഴുവനുള്ള ജെൻറ്റൈൽ നോൺ ജ്യൂസ്, ലോകം മുഴുവനുള്ള ക്രിസ്ത്യാനികൾ. നമ്മുടെ പത്തനംതിട്ട, കോഴിക്കോട്, ആന്ധ്രയിലും കിടക്കുന്ന ചരിത്രത്തെപ്പറ്റി യാതൊരു ബോധമില്ലാത്ത റബ്ബർ അച്ചാന്മാർ വരെ റബ്ബർ ഷീറ്റ് പൈസ എല്ലാം കൂട്ടി വെക്കും. സ്വോത്രാഴ്ച എടുത്തില്ല 5 രൂപ കേട്ടോ. അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കൂട്ടി ഇസ്രായേൽ കാണാൻ പോണം. എന്തിന്? എങ്കിലേ വാഗ്ദത്തം നിറവേറത്തുള്ളൂ. എന്ത്? ലോകത്തിലുള്ള സകല മനുഷ്യരും അവിടെ ചെല്ലണം, അവിടുത്തെ ഇവരുടെ പൈസ അവിടെ കൊണ്ട് ചെലവഴിക്കണം, അവരുടെ ഫ്രൂട്ട്സ് അനുഭവിക്കണം, ദൈവം വരുത്ത നന്മ കാണണം, ഇസ്രയേലിന് അവർ അനുഗ്രഹമായി മാറണം. കീ നമ്പർ 9, God will show the nations he keeps his promises. God will show the nations he keeps his promises. ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റു എന്നുള്ളത് ദൈവത്തിന് ലോകത്തിന് കാണിച്ചു കൊടുക്കണം. Does God always keep his promises? ദൈവം എപ്പോഴും തൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുമോ? അതോ വല്ലപ്പോഴുമൊക്കെ നിറവേറ്റത്തുള്ളൂ? എങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്? വല്ലപ്പോഴും ഒരിക്കലാണോ? അതോ സ്ഥിരമായിട്ട് ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റുമോ? ക്ലിയർ എവിഡൻസ് നമ്മൾ ഓൾറെഡി വായിച്ചതാണ്. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ലെറ്റ്സ് കം ആസ് ഫാസ്റ്റ് ആസ് വി ക്യാൻ. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരിക. 30 വാക്യം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളെയൊക്കെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും, ശൂന്യസ്ഥലങ്ങളെയും പണിയും, വഴിപോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും. ശൂന്യമായിരുന്ന ദേശം ഏദൻ തോട്ടം പോലെ ആയിത്തീർന്നില്ലയോ? പാഴും ശൂന്യമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളുള്ളവ ആയിത്തീർന്നില്ലയോ എന്ന് അവർ പറയും. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയെ ഞാൻ പണിത് ശൂന്യപ്രദേശത്ത് നടുതല വെച്ചുണ്ടാക്കിയെന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിക്കുന്ന ജാതികൾ അന്ന് അറിയും. യഹോവയെ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യും. ഞാൻ അവർക്ക് ആളുകളെ
ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും. ശൂന്യമായിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ ഉത്സവങ്ങളിൽ യെരൂശലേമിലെ ആട്ടിൻകൂട്ടത്തിൽ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടങ്ങൾ നിറയും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. അപ്പോൾ ചുറ്റുമുള്ള ജാതികൾ മുഴുവൻ, ചേട്ടാ ഇതല്ലയോ വർഷങ്ങൾക്ക് മുമ്പ് വെറും കാട്ടുമുള്ള് മാത്രം ഉണ്ടായിരുന്ന ദേശം 1948 ഇസ്രയേൽ രാജ്യം സ്ഥാപിക്കപ്പെടുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, യഹൂദൻ അവിടെ കാലുകുത്തുന്നതിന് മുമ്പ് അവിടെ താമസിച്ചിരുന്ന അറബികൾക്ക് ഒരു കുടിവാഴ വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കൊല്ലത്തെ ഒരു കാന്തകാര്യത്തല്ല അവിടെ അവിടെ വെക്കാൻ കഴിഞ്ഞില്ല. കാരണം അവൻ എന്ത് വെച്ചാലും ഉണ്ടാകത്തില്ല എന്ന് അവൻ ആ പഠിച്ചവൾ 18 നോക്കി. ഏത് ഈ ഒട്ടോമൻ എംപയറിൻ്റെ കാലത്ത് ഒരു സാധനം അവർക്കൂടെ മുളപ്പിക്കാൻ കഴിഞ്ഞില്ല. അത്ര ശൂന്യമായ പ്രകൃതദേശത്ത് ഇസ്രയേൽ തിരിച്ചു വന്നപ്പോൾ അത് ഏദൻ തോട്ടം പോലെ ആയില്ലയോ എന്ന് ഇത് കണ്ട ആളുകൾ പറയുമെന്ന് സ്വർഗസ്ഥനായ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുൻപ് യെഹെസ്കേൽ 36 അധ്യായം വാക്യത്തിൽ പ്രവചിച്ചു വെച്ചു. അത് സംഭവിച്ചു. കീ നമ്പർ 10, യെരുശലേം വിൽ നോ ലോങ്ങർ ബി ഇൻ ദ ഹാൻഡ് ഓഫ് ജെൻറ്റൈൽ നേഷൻ. ശ്രദ്ധിച്ചോണം, യെരുശലേം ഇനിയും ജാതികളുടെ കയ്യിൽ ആകത്തില്ല. പക്ഷേ ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ചു കൊടുത്തപ്പോൾ UN ഡിക്ലറേഷൻ യെരുശലേം ഒരു ഇൻ്റർനാഷണൽ സിറ്റി ആയിരിക്കും, അത് ജാതികളുടെ കയ്യിലിരിക്കുമെന്നാണ്. അപ്പം ഇറ്റ് വാസ് എസെൻഷ്യലി ലെഫ്റ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് അറബ് നേഷൻസ്, ജോർഡൻ ഇൻ പർട്ടിക്കുലർ. ഇസ്രായേൽ രാജ്യം 1948 ഫോം ചെയ്തപ്പോൾ ഈ യെരുശലേം നഗരത്തിൻ്റെ ഉടമസ്ഥത ഇസ്രയേലിന് കൊടുക്കുന്നതിന് പകരം അറബ് നേഷനായ ജോർദാൻ്റെ കയ്യിൽ അത് കൊടുത്തു. പിന്നല്ല, ആരാ ജോർദാൻ എന്ന് പറയാമോ? വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏദോം. എത്തിച്ചോണം, അത് എഴുതിയെടുത്തോണം. പിന്നെയും നമുക്കിതിനെ സംസാരിക്കാനുണ്ട്. വേദപുസ്തകത്തിൽ ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ച് ബോസ്രയിൽ നിന്ന് വരുന്നവൻ ഇവരാൻ എന്നുള്ള വാക്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ വീണ്ടും വരുന്ന ദിവസം തരുന്നത്. അന്നേരം ഓർത്തിരിക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞത്. കാര്യം ഇപ്പം നമുക്ക് സമയം പോയല്ലോ. ഇതെടുത്ത് ഇസ്രയേലിൻ്റെ ആദ്യത്തെ ശത്രുവായി ഏദോമിൻ്റെ കൈ കൊടുത്തു. ശ്രദ്ധിച്ചോണം, ഇസ്രയേൽ രാജ്യം ഫോം ചെയ്തപ്പം അവരുടെ തലസ്ഥാനം എടുത്ത് അവരുടെ ആദ്യത്തെ ശത്രുവായി ഏദോമിൻ്റെ കൈ വെച്ച് കൊടുത്തു. പിന്നെ അല്ല, 1967 അറബ് ലീഗ്, കേട്ടോ, ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞ അവന്മാർ മുഴുവനും കൂടെ ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് നക്കി തിന്നാൻ തീരുമാനിച്ചു. തുടച്ചു നീക്കാവുന്ന എത്ര രാജ്യങ്ങളാണ് കൂടിയത്? ഇസ്രായേൽ യുദ്ധം ചെയ്തതല്ല, ഇവരെല്ലാം കൂടെ വന്നതാ. ഇസ്രായേൽ യുദ്ധം ചെയ്യേണ്ടി വന്നു. യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ എന്താണെന്നറിയാമോ സംഭവിച്ചത്? അത്രയും നാൾ ഇവരുടെ ഇരുന്ന യെരുശലേം നഗരം ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ പട്ടാളക്കാരൻ്റെ കയ്യിൽ ചെല്ലുകയും അവൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ മുമ്പേ വായിച്ച 102 സങ്കീർത്തനം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അത് വായിച്ചിട്ട് യെരുശലേമിൻ്റെ മതിലിൽ തലതല്ലി കരഞ്ഞ കാര്യം ഞാൻ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം കിടക്കുന്നില്ല. ആ പ്രോഫസിയും നിവർത്തിക്കപ്പെട്ടു. ദാറ്റ് ഓൾസോ നിവർത്തിക്കപ്പെട്ടു. ലൂക്കോസിന് വിശേഷം 21 അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ നമുക്ക് ഈ പ്രോഫസിയുടെ ഫുൾഫിൽമെൻറ്റ് എന്ന് മുതൽ AD 70 മുതൽ 135 AD വരെ കൊണ്ട് 1967 ആയപ്പോഴേക്ക് ഇത് നിവർത്തിച്ച കാര്യം നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി നെക്സ്റ്റ് 11ാമത്തെ കീ. God is going to make Jerusalem the focus of the world. സകല ലോകത്തിൻ്റെയും ഫോക്കസ് ആയിട്ട് ദൈവം യെരുശലേമിനെ മാറ്റാൻ പോവാണ്. അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് എനിക്കത് ഒരു എക്സ്പ്ലനേഷനും ഫർദർ എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമില്ല. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പം ഇതിനോട് എൻ്റെ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് ഇപ്പം മനസ്സിലാകുന്ന കാര്യമുള്ളൂ. എന്നാലും ഞാനൊരു പ്രാവശ്യം കൂടെ അത് വായിച്ച് കേൾപ്പിക്കാം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായം 1 വാക്യം വായിക്കാൻ പോവാം. പ്രവാചകം, ഇസ്രയേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്.
ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭവപാത്രമാക്കും. യെരുശലേമിനെ നിരോധിക്കുമെങ്കിൽ അത് യഹൂദയ്ക്കും വരും. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. അതിനെ ചുമക്കുന്നുറക്കുകയും കഠിനമായി മുറിവേക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. നോക്കേ, ഒരു പുതിയ വേൾഡ് ക്യാപിറ്റൽ ഉണ്ടാകും. ലോകത്തിന് മുഴുവൻ ഫോക്കസായി ഒരു സിറ്റി നിലവിൽ വരും. ഏതാ സിറ്റിയുടെ പേര്? സിറ്റി ഓഫ് ജെറുസലേം. ആര് പറഞ്ഞു? 2500 വർഷം മുമ്പ് സ്വർഗസ്ഥനായ ദൈവം തൻ്റെ പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചു. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ? സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 12ാമത്തെ കീഴ് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഗോഡ്സ് പീപ്പിൾ റിട്ടേൺ നെവർ ടു ബി എക്സൈൽഡ് അഗൈൻ. ശ്രദ്ധിച്ചോണം, ഇസ്രയേൽ തിരിച്ചു വരും. ഇനി ഒരിക്കലും പ്രവാസികളായി അവിടുന്ന് പോകത്തില്ല. ഗോഡ്സ് പീപ്പിൾ വിൽ റിട്ടേൺ നെവർ ടു ബി എക്സൈൽഡ് അഗൈൻ. നമുക്ക് എവിടെ വായിക്കാം? ആമോസിൻ്റെ പ്രവചനം. ആമോസ് അറിയത്തില്ല, ഞാൻ പറയാം. ഉൽപ്പത്തിക്കും വെളിപ്പാടിനും ഇടയ്ക്ക് കൃത്യമായിട്ട് നോക്കിയാൽ ആമോസിനും കണ്ടെത്താൻ കഴിയുന്നതാണ്. നല്ല ദൈവദാസനാണ്. ആമോസിൻ്റെ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ആമോസിൻ്റെ പ്രവചനം 9-ാം അധ്യായം 13 മുതൽ 15 വരെ. ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുലർന്നെത്തുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോവുകയും ചെയ്യുന്ന നാളുകൾ വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഞാൻ എൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായി പോയ പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടത്തും. ഞാൻ അവർ കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ചു കളയില്ല എന്ന് ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ദാറ്റ് ഈസ് നമ്പർ 12. ഈ കാലങ്ങളിൽ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന, ഒരിക്കലും മാറ്റാൻ കഴിയാത്ത, ആകാശത്തോടും ഭൂമിയോടും കടലിനോടും കരയോടും ദൈവത്തിനുള്ള ഉടമ്പടികൾ, വ്യവസ്ഥകൾ മാറാതെ നിലനിൽക്കുന്നത് പോലെ ദൈവം തന്നെ കൊണ്ടും പ്രപഞ്ചത്തെ കൊണ്ടും സത്യം ചെയ്തു. ഇസ്രയേലിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ ഒരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന്. Now there is a question. On whose side are we? നമ്മൾ ആരുടെ ഭാഗത്താണ്? നമ്മളുടെ മനസ്സ്, നമ്മുടെ ഹൃദയം ആരുടെ ഭാഗത്താണ്? ഇസ്രയേലിനെതിരായിട്ട് ദുഷ്പ്രചരണങ്ങളും കള്ളത്തരങ്ങളും പടച്ചുവിടുന്നതായ ഒരു ഗൂഢാലോചന സംഘമുണ്ട്. ഒരു പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളും വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളും ഇൻ്റലക്ച്വൽ സെൻറ്റേഴ്സും പാർലമെൻറ്റുകളും മുഴുവൻ അടക്കി വാഴുകയാണ്. ആർ യു വിത്ത് ദ ഓൺ ദെയർ സൈഡ് ഓർ വിത്ത് ഇസ്രയേൽ ആർ ഓൺ ദ സൈഡ് ഓഫ് ഗോഡ്? നിങ്ങൾ അവരുടെ ഭാഗത്താണോ, ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ ഭാഗത്താണോ? The decision is left with you. May the Lord bless all of you abundantly, exceedingly. ഇസ്രായേൽ ഇനി ചെതറിപ്പോക്കില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈ മഹോപദ്രവത്തില് ചെതറിപ്പോക്കുണ്ടാകുമോ? ഇസ്രയേലിന്റെ 2/3 ഓടിപ്പോകും. പക്ഷേ ഇസ്രയേലിന്റെ രാജ്യം നഷ്ടപ്പെടുകയോ വേറൊരാൾ അവരുടെ ദേശത്തൊന്ന് കയറുകയോ, പണ്ട് അവർക്ക് രാജ്യം നഷ്ടത്തുപോലെ ഇനി രാജ്യം നഷ്ടപ്പെടുകയോ ചെയ്തില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ബ്രദർ പ്രിൻസ് മലയിൽ, പ്ലീസ് അൺമ്യൂട്ട് ബ്രദർ പ്രിൻസ് മലയിൽ. കേൾക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. കേൾക്കുന്നുണ്ട്. പാസ്റ്റർ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. 1,40,000 യഹൂദന്മാര് മഹോദരവത്തിന് ശേഷം പിന്നെ സുവിശേഷം അറിയിക്കുമെന്ന് പാസ്റ്റർ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞില്ലേ? മഹോദര കാലത്ത് സുവിശേഷം, മഹോദരന് ശേഷം എന്നല്ല പറഞ്ഞത്. മഹോദര കാലത്ത്. അപ്പൊ ഈ മഹോദര കാലത്ത് 1,40,000 യഹൂദന്മാര് അവര് മെസ്സിയാനിക്, ഇപ്പോഴത്തെ മെസ്സിയാനിക് ജ്യൂസ് ഉണ്ടല്ലോ,
മെസ്സിയാനിക് ജ്യൂസ് എല്ലാം റാപ്ചറിൽ എടുക്കപ്പെടും, അതോ ആ സമയത്ത് രക്ഷിക്കപ്പെടുന്ന യഹൂദന്മാരാണോ ഈ 1,40,000? മെസ്സിയാനിക് ജ്യൂസ് അല്ല, ആ സമയത്ത് രക്ഷിക്കപ്പെടുന്ന യഹൂദന്മാരാണ്. അല്ല, ഞാനത് ഒരു സംശയം ചോദിച്ചോട്ടെ പാസ്റ്റർ. സാധാരണ രീതിയിൽ അവര് കർത്താവിനെ അന്ന് അറിയണമെങ്കിൽ ഈ മഹോദരമൊക്കെ കഴിഞ്ഞ് അവര് കുത്തിയവങ്കിലേക്ക് നോക്കണമല്ലോ. മഹോദരവകാലത്ത് അവർ രണ്ട് സാക്ഷികൾ പ്രവചിക്കത്തില്ലയോ? അവരല്ലയോ മസിഹയെ പറ്റി പ്രസംഗിക്കുന്നത്? അപ്പോഴല്ലയോ ഇവര് മസിഹയെങ്കിൽ തിരിയുന്നത്. അപ്പം അതിനകത്ത് ലാസ്റ്റിലല്ലോ ഹോൾ നേഷൻ കുത്തിയെങ്കിലേക്ക് നോക്കുന്നത്. അതല്ലേ അവസാനത്തെ 3.5 വർഷമല്ലേ രാജ്യം മുഴുവൻ കുത്തിയെങ്കിലേക്ക് നോക്കുന്നത്. ആദ്യം സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ ഇവിടെ പ്രസംഗം തുടങ്ങി കഴിഞ്ഞില്ലയോ? 2 സാക്ഷികളുടെ. യെസ്, അത് നമ്മൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നിർത്തിയിട്ട് ഈ എൻ ടൈം കറണ്ട് അഫയേഴ്സിലൊക്കെ വന്നത്. തിരിച്ച് നമ്മൾ പെട്ടെന്ന് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പോവും. അപ്പോൾ അത് ക്ലിയർ ആവും. വെൽക്കം, താങ്ക് യു. അടുത്ത ആർക്കാണ്? തമ്പാൻ വർഗീസ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പഴയ സംശയമായിരുന്നു, ഞാൻ എഴുതിയിട്ടും എനിക്ക് മറുപടി കിട്ടിയില്ല. ഈ പാപം ചെയ്ത ദൂതന്മാരിലത്തെ 1/3 മൂന്നിലൊന്നൊരു പ്രസ്താവന നടത്തിയായിരുന്നു. അപ്പൊ അതിനുള്ള വാക്യം നമുക്ക് കിട്ടുമോ? കിട്ടുമല്ലോ. നക്ഷത്രങ്ങൾ 3-1 അവന്റെ വാലുകൊണ്ടെങ്കിൽ പഠിച്ചെടുത്ത് പറഞ്ഞിട്ടില്ലേ വെളിപ്പാട് പുസ്തകത്തില്? വെളിപ്പാട് പുസ്തകത്തിലാണല്ലേ? അതതിന്റെ റെഫറൻസ്. ഓക്കെ, താങ്ക്സ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ സഹോദരിമാരെ ആരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാത്തത്? ആർക്കും ചാൻസ് കൊടുക്കാത്ത? അവരെല്ലാം കൈ നോക്കിയിരിക്കണ്ടില്ലയോ? Whom to unmute? Who are you going to unmute? Oh, it's up to me. Yeah, you have to unmute. Or have you unmuted everybody? Sister Minnie Jacob. Sister Minnie Jacob, yes. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. Praise the Lord. യേശുക്രിസ്തുവിന്റെ മരണശേഷം പിന്നെ റാപ്ചർ വരെയുള്ള കാലഘട്ടത്തിൽ മരിച്ചുപോയ യഹൂദന്മാരുടെ രക്ഷ എങ്ങനെയാ? Well, there's a question. കർത്താവിനെ നിരസിച്ച് മരിച്ചു പോയവർക്ക് മറ്റ് ജാതികളെ പോലെ അല്ലാതെ വേറെ ഒരു പ്രിഫറൻസും കിട്ടത്തില്ല. കാരണം കൃപായുഗം ആരംഭിച്ചു. കൃപായുഗം ആരംഭിച്ചു കഴിഞ്ഞാൽ കൃപയിൽ കൂടെ അല്ലാതെ ഒരു രക്ഷയില്ല. ഈ കാര്യം യേശുക്രിസ്തു വരുത്തിയ വലിയ രക്ഷയുണ്ടല്ലോ, അതിനെ അവഗണിച്ചിട്ട് ഞാൻ യഹൂദനായിക്കൊണ്ട് ഞാൻ അങ്ങ് പോകുമെന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് പൗലോസിന് പോലും എൻ്റെ ജാതിക്കാർ ഓർക്കുമ്പോൾ എനിക്ക് തിരിച്ചു പോകണമെന്ന് തോന്നുന്നു. പക്ഷേ യഹൂദനെന്ന് പോയി നടന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല, ചത്ത നരകത്തിൽ പോകത്തേ ഉള്ളൂ. കുറെ കൂടെ കളവിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ മര്യാദയ്ക്ക് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. അന്നേരം അന്ന് ഇതുവരെയും യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത യഹൂദന്മാർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവർക്ക് ഒരു രക്ഷയുമില്ല. കാരണം എന്ന് വെച്ചാൽ വിശ്വസിക്കുന്നത് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമായിട്ട് ദൈവം തൻ്റെ പുത്രനെ പരസ്യമായി നിർത്തിയിരിക്കെ ആ രക്ഷയെ അവഗണിക്കുന്നവർ എത്ര വലിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് അവർക്ക് യഹൂദന്മാർക്ക് ലേഖനം എഴുതി പൗലോസ് അതാ ഇബ്രായ ലേഖനം അല്ലേ? ആ പുത്രനെ അവഗണിക്കുക. എന്നിട്ട് എന്താ ബെമ്പ് പറഞ്ഞു ഞങ്ങൾ യഹൂദന്മാരാണെന്ന്? കയ്യിലിരിക്കത്തേ ഉള്ളൂ. നീ ചത്ത നരകത്തിൽ പോവും. അതാണ് എൻ്റെ ഫാക്ട്. താങ്ക് യു പാസ്റ്റർ. യു ആർ വെൽക്കം. സിസ്റ്റർ സാബു, ലൂയിസ് സാബു. Yes. Please. സ്തോത്രം. എനിക്ക് ചോദിക്കാനുള്ളത്, ഈസ്റ്റേൺ വേൾഡ് മാനസാന്തരപ്പെടും എന്നുള്ള കാര്യം പറഞ്ഞു സാറ്. അപ്പൊ അതിനോട് കൂടെ പറഞ്ഞു രാജ്യത്തിന്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുന്നു പറഞ്ഞു. ഇത് കൈവിടപ്പെട്ട സഭയാണോ? അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കൈവിടപ്പെട്ട സഭയെന്ന് പറയുന്നതിനൊക്കെ നല്ലത് ഇപ്പം ഞങ്ങളാണ് ഇതിൻ്റെ ഹോൾസെയിൽ മെർച്ചൻസ് നടക്കുന്ന കുറേ കക്ഷികളില്ലയോ?
വിടുതലിൻ്റെ, അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ, രോഗശാന്തികളുടെ ഹോൾസെയിൽ മെർച്ചൻസ് ഇല്ലയോ? അവരുടെ കയ്യിൽ കൂടെ മാത്രമേ വിടുതലുള്ളതും നടക്കുന്ന ഈ എന്താ നമ്മൾ പറയേണ്ടത്, ഈ കംപ്ലീറ്റ് അടങ്കൽ പിടിച്ചിരിക്കുന്ന കക്ഷികളുണ്ടല്ലോ, അവരുടെ കാര്യമായി പറഞ്ഞത്. ചുരുക്കം പറഞ്ഞാൽ, ഞാനാണ് ഇതിൻ്റെ വലിയ ആളെന്ന് ചമഞ്ഞ് നടക്കുകയും ദൈവവചനപ്രകാരം ജീവിക്കാതിരിക്കുകയും ചെയ്യുന്ന ഇടയന്മാരുണ്ടല്ലോ, ആടുകളെ സൂക്ഷിക്കാത്ത ഇടയന്മാർ, അവരെ പറ്റി പറഞ്ഞ രാജ്യത്തിൻ്റെ പുത്രന്മാരെന്ന്. അതിൽ ആരും പെടുന്നു? യഹൂദന് ഒരുപോലെ പെടുന്നു. കാരണം ദൈവരാജ്യം എന്ന കൺസെപ്റ്റ് ആദ്യം ഓഫർ ചെയ്ത അവർക്കാണ്. അവരെ രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ അംഗീകരിക്കാഞ്ഞതുകൊണ്ട് ജാതികളകത്ത് കയറും ഈ രാജ്യത്തിൻ്റെ പുത്രന്മാർ അവരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടി തള്ളിയിടുമെന്ന്. യെസ്, ആ കാറ്റഗറിയിൽ ഒരാളല്ല വരുന്നത്, ഒരുപാട് പേര് വരുന്നുണ്ട്. താങ്ക് യു. നമ്മുടെ പാസ്റ്റർ പോൾ ജോൺ പോളിനെ അൺമ്യൂട്ട്. സുമിത്, പ്ലീസ് അൺമ്യൂട്ട് പാസ്റ്റർ ജോൺ പോൾ. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ലോങ് ടൈം. Yes, Pastor John Paul. Please unmute yourself. ഹലോ, പ്രൈസ് ദി ലോർഡ്. Praise the Lord. സാറേ, ഞാൻ തപ്പി നടന്ന ഒരു ചോദ്യമായിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാ പാസ്റ്റർമാരും തപ്പി നടക്കുന്ന ഒരു വിഷയം തന്നെ. ഈ യഹൂദന്മാര്, അതായത് 144,000 പേരെന്ന് പറയുന്ന 12 ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെ സാധാരണ ബൈബിൾ കോളേജിലും ആൻസർ ഇതുവരെയും കിട്ടിയിട്ടില്ല. 12 പേരിൽ 2 ഗോത്രത്തെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എവിടെയെന്ന് ചോദിച്ചാൽ പറയും അത് ദൈവം കൊണ്ടുവരും എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു പിടിതരവുമില്ല. എവിടെ നിന്ന് കൊണ്ടുവരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയത്തില്ല. പക്ഷെ ഇന്ന് ഏകദേശം ഒരു രൂപം ഇങ്ങനെ കിട്ടി. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? 12 പറ്റത്തില്ല. അതേ രൂപം തന്നെ എനിക്ക് അത്രേ അറിയത്തുള്ളൂ. ആ ദ്വീപുകളുടെ പേര് പറഞ്ഞു വായിച്ച് ഓർക്കുന്നില്ലയോ? അത് ഓർത്തു. അവിടുന്ന് കൊണ്ടുവരുമെന്ന അവിടെ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ ഇനി മൈക്രോസ്കോപ്പിന്റെ ലോകം മുഴുവൻ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അവിടുന്ന് കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം. ഓക്കെ. ഇനി നമ്മുടെ പാസ്റ്റർ KT മാത്യു ആൻഡ് പാസ്റ്റർ KT ജോസഫ് ആർ വെയിറ്റിംഗ്. Okay. Please unmute them. Yeah, Pastor, praise the Lord. ദൈവമക്കളായ നമ്മളിൽ നിന്ന് ഇസ്രായേലിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? വാട്ട് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഇസ്രായേൽ? നമ്പർ 1, നന്ദിയുള്ളവരായിരിക്കണം. കാര്യം അവർക്ക് നഷ്ടം ഭവിച്ചതാണ് നമുക്ക് രക്ഷയ്ക്ക് കാരണമായത്. നന്ദിയുള്ളവരായിരിക്കണം, നമ്പർ 1. നമ്പർ 2, യെരുശലേമിന്റെ സമാധാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്പർ 2. നമ്പർ 3, ജൂവിഷ് ഗുഡ്സ് വാങ്ങണം. അതിൽ നിന്ന് ഒരു പൈസയെങ്കിലും അവർക്ക് കിട്ടും. നമ്പർ 4, അവിടെ സന്ദർശിക്കണം. അത് അവരുടെ ഇക്കോണമിയെ സ്ട്രെങ്തൻ ചെയ്യും. ഈ 4 കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്. താങ്ക് യു പാസ്റ്റർ. യു വെൽക്കം. ഇനി നമ്മുടെ പാസ്റ്റർ KT ജോസഫ്. അത് കഴിഞ്ഞ് ഇസ്രായേലിൽ നിന്ന് നടക്കുന്ന ഗാസയിലൊക്കെ നടക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ ഇന്ന് നമുക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല. ലോകം മുഴുവനും അവർക്കെതിരായിട്ട് പ്രോപ്പഗാൻഡയാണ്. അപ്പൊ നമുക്ക് ഈ സത്യം അറിയാനായിട്ട് എങ്ങനെ സാധിക്കുന്നത്? പാസ്റ്ററിന് എങ്ങനെ അറിയാൻ സാധിക്കുന്നത്? ഓക്കെ, കള്ളം പറയാത്ത ചില മീഡിയ ഞാൻ പറയാൻ പോവാ. നമ്പർ 1, ടൈംസ് ഓഫ് ഇസ്രായേൽ. BBC. കള്ളമല്ലാതെ ഒരു സാധനം അവർ പറയത്തില്ല. കള്ളമല്ലാതെ ഒരു സാധനം അവർ പറയത്തില്ല. ടൈംസ് ഓഫ് ഇസ്രായേൽ, അതിന് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടോ? ടൈംസ് ഓഫ് ഇസ്രായേൽ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് കാണാല്ലേ? ഞാൻ എൻ്റെ സബ്സ്ക്രൈബർ, അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാ ദിവസവും രാവിലെ ടൈംസ് ഓഫ് ഇസ്രായേലാണ് കാണുന്നത്. ടൈംസ് ഓഫ് ഇസ്രായേൽ നമ്മുടെ ഏറ്റവും നല്ല ഒരു മാധ്യമം. സോഴ്സ്. രണ്ടാമത്തെ CBN ന്യൂസ്. CBN. മൂന്നാമത്തെ ഒരു ചാനൽ, അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. അവരെപ്പോഴും ഒന്നും വരത്തില്ല, പക്ഷെ CBN നല്ല ചാനലാണ്.
വളരെ നല്ല ചാനല്. അത് അമേരിക്കൻ ചാനലല്ലേ? എന്തോ CBN അമേരിക്കൻ ചാനല്. CBN അമേരിക്കൻ ചാനലാണ്. അപ്പം ഈ രണ്ടുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഉള്ള സത്യാവസ്ഥ കിട്ടിക്കൊണ്ടിരിക്കും. എവറി ഡേ. ഇസ്രായേൽ ഗവൺമെന്റിനായിട്ട് ഒരു ചാനലൊന്നുമില്ലേ? ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഒരു വലിയ അനേക വീക്ക്നെസ്സസിൽ ഒന്ന്, they don't vindicate themselves. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവരാണ് തെറ്റിയത്, എൻ്റെ ഭാഗം ശരിയാണ് എന്ന് പറയുന്ന സ്വഭാവം ഇസ്രായേലിന് ആ രാജ്യത്തിനേ ഇല്ല. ഇപ്പോഴ് ലോകം മുഴുവൻ അവരെ പറ്റിയുള്ള കള്ളപ്രചരണം തുടങ്ങിയപ്പോഴേക്ക് ലീഡിങ് ആയ കുറച്ച് ഇസ്രായേലി ജേർണലിസ്റ്റ്, മോസ്റ്റ് ലീഡിങ് എന്ന് പറയുന്നത് മെലനി ഫിലിപ്പോസ് ആണ്. നൈറ്റ് സെറ്റ് കയറി മെലനി ഫിലിപ്പോസ് എടുക്കണം. മെലനി ഫിലിപ്പോസിന്റെ ടോക്സ് സ്ഥിരമായിട്ട് എവറി ഡേ നമുക്ക് കിട്ടും. ഈസ് എ ബ്രിട്ടീഷ് ഇസ്രായേലി ജേർണലിസ്റ്റ്. ഇസ്രായേൽ ഇന്ന് ജീവിക്കുന്ന ജേർണലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് ജേർണലിസ്റ്റ് മെലനി ഫിലിപ്പോസ് ആണ്. നോബഡി ഈക്വൽ ടു ഹർ. മെലനി ഫിലിപ്പോസിന്റെ സ്റ്റഡീസ് ആണ് എവറി ഡേ നമുക്ക് കിട്ടുന്ന ഏറ്റവും കറക്റ്റായ ഇൻഫർമേഷൻ. ദ ബെസ്റ്റ് ഓഫ് ദ വെരി ബെസ്റ്റ് മെലനി ഫിലിപ്പോസ് ആണ്. ബാക്കി ഒരുപാട് പേരുണ്ടെങ്കിലും ഒട്ടും ബയാസ്ഡ് അല്ലാത്ത മെലനി ഫിലിപ്പോസ് ആണ്. യു ഗെറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ, ദാറ്റ് ഈസ് ട്രൂത്ത്. വെബ്സൈറ്റ് അവൈലബിൾ ആണ്. യെസ്, ഡെഫിനറ്റ്ലി വെബ്സൈറ്റ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് അനൂജ് സാറ് കഴിഞ്ഞിട്ട് സിസ്റ്റർ വത്സ പൗലോസും ഉണ്ട്. നമുക്ക് സുമിത് ജി പ്ലീസ് അൺമ്യൂട്ട് അനൂജ് ബാലകൃഷ്ണൻ സാർ. Yes, sir. Pastor Fox News also. Pastor Fox News also shows correct. ഫോക്സ് ന്യൂസ് നല്ലതാണ്. ഞാൻ മറന്നുപോയതാണ്. ഫോക്സ് ന്യൂസ് നല്ലതാണ്. യെസ്, അനൂജ് സാർ പറഞ്ഞിട്ട്. സർ സ്തോത്രം. സർ, ഈ ഗ്രേറ്റസ്റ്റ് റിവൈവൽ ഈ 7 years ട്രിബുലേഷനിൽ നടക്കുമെന്ന് പറഞ്ഞപ്പോ, അതായത് 144 ഇസ്രായേലീസ് പ്ലസ് 2 witnesses and 2 angels. അപ്പൊ സാറേ, ആക്ച്വലി ഹോളി സ്പിരിറ്റ് is taken away from the world. Okay. Holy Spirit is taken away അല്ല, Holy Spirit has gone away ആണ്. Gone away. Okay. So how they will be convicted during this tribulation? Because അത് ഈ സ്പിരിറ്റ് ഓഫ് റിപ്പൻറ്റൻസിന്റെ പിതാവായ ദൈവം നേരിട്ട് അയച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. തനിക്ക് ഇഷ്ടമുള്ളവർക്ക് അയച്ചു കൊടുക്കും. എന്തുകൊണ്ട് ഇന്നാർക്ക് അയച്ചു കൊടുത്തില്ലെന്ന് ആരും അവിടെ ചോദിക്കാൻ നോക്കത്തില്ല. യെസ്. Now ഇനി വത്സ പൗലോസ്. സാറിന്റെ കുറച്ച് ക്ലാസ്സുകൾ ഞാൻ മിസ് ചെയ്തു. ഇപ്പം പറഞ്ഞല്ലേ പാസ്റ്റർ സാർ പറഞ്ഞില്ലേ അവിടെ പോയി വിസിറ്റ് ചെയ്യണം, അവരുടെ സാധനങ്ങൾ മേടിക്കണം എന്നൊക്കെ എൻകറേജ് ചെയ്യാൻ കാരണം എന്താ? ഞാൻ അത് മിസ് ചെയ്തു പോയി. കാരണം അത് അവരുടെ ഇക്കോണമി സ്ട്രെങ്തൻ ചെയ്യും. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾസ് ലോകത്തിന് ഇപ്പോഴും മനസ്സിലാകാത്തത്. നോക്കി, 12 ദിവസം യുദ്ധം ചെയ്തപ്പോഴേക്ക് പാകിസ്ഥാൻ യുദ്ധം ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യൻ ഇക്കോണമി തകരാൻ തുടങ്ങി. ജോലിക്കാരുടെ ശമ്പളം കട്ട് ചെയ്യണം, അത് കട്ട് ചെയ്യണം, ഇത് കട്ടണം, നമുക്ക് പിടിച്ചു കയറക്കത്തില്ല, പൈസ ഇല്ല. ഇത്രയും വർഷം ദീർഘമായിട്ട് യുദ്ധം ചെയ്യുക, ഒരൊറ്റ എംപ്ലോയിയുടെ ശമ്പളം കട്ട് ചെയ്തിട്ടില്ല. ഒറ്റ എംപ്ലോയിയുടെ ശമ്പളം കട്ട് ചെയ്തിട്ടില്ലെന്ന് ഞാനൊരു 3-4 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞപ്പം അത് കേട്ട ഇസ്രായേലിലെ ഒരു മലയാളി നേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സർ ദാറ്റ് ഈസ് 100% ട്രൂത്ത് എന്ന് മാത്രമല്ല, ഓരോ വർഷം കൊടുക്കേണ്ട ഇൻക്രീസ് ഉണ്ടല്ലോ, കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഇത്ര സംസാരിക്കും കാരണം എനിക്ക് വളരെ പേഴ്സണലായ കോണ്ടാക്റ്റ് ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലികളായ സാക്ഷാൽ യഹൂദന്മാർ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാ ദിവസവും ഇന്നും ഞാൻ അവർക്ക് ബൈബിൾ ക്ലാസ് എടുത്താണ്. ഈവൻ ടുഡേ ഞാൻ അവർക്ക് ബൈബിൾ ക്ലാസ് എടുത്തതാണ്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി എനിക്ക് ഒരു ഡയറക്റ്റ് ഇൻഫർമേഷൻ എവറി ഡേ എല്ലാ ദിവസവും കിട്ടുന്നു. ഇന്നും പിന്നെ നേരം എടുത്ത് കഴിയുമ്പോൾ ഇസ്രായേൽക്കാരെ വിളിച്ചിട്ട് എനിക്ക് എൻ്റെ ബൈബിൾ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവരുടെ ഇക്കോണമിക്ക് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. സ്റ്റാഫിന് ശമ്പളമുണ്ട്, എല്ലാ വർഷവും ആനുവൽ ഇൻക്രിമെൻ്റ് ഇൻക്രീസും ഉണ്ട്, ബാക്കി വെൽഫെയർ സംഘം നടക്കുന്നുണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാം കിട്ടുന്നുണ്ട്. ഒരു സാധനം പോലും കടകളിൽ ചെന്നാൽ ഇല്ല. യുദ്ധം കാരണമാണ് സാധനം മൂവ് ചെയ്യുന്നില്ലെന്ന് പറയാൻ കഴിയത്തില്ല. ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ആ സൈറൻ മുഴങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ. സൈറൻ മുഴങ്ങുമ്പോൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ബങ്കറിലോട്ട് കയറി എന്ന് ഒഴിച്ചാൽ യുദ്ധഭീതി എന്ന് പറയുന്ന രാജ്യത്തിൽ എങ്ങനെയാണ്
ഇത്രയും വർഷം യുദ്ധം ചെയ്തിട്ട് ഇക്കോണമി കയറി 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 അങ്ങ് ടോപ്പസ്റ്റ് ആകുമെന്ന് ചോദിച്ചാൽ ലോകത്തിൽ ഒരു ഇക്കണോമിസ്റ്റിനും ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന് ഇന്നുവരെയും മനസ്സിലായില്ല ഇത്രയും വർഷം യുദ്ധം ചെയ്തിട്ട് അത് എന്തോ യുദ്ധമാണ്, എന്തോ ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ഒരു തകർച്ചയില്ലെന്നുള്ളത്. ദാറ്റ് ഈസ് ട്രൂത്ത്. That is truth. And that's a miracle, the greatest of all miracles എന്ന് പറയാം. Okay. And മിക്കവാറും did I answer your question, sister? സാറേ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് സാറേ. ഈ ഗാസയിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും നടക്കുന്ന കുപ്രചരണങ്ങൾ, അതായത് കുട്ടികളെ കൊല്ലുന്നു, പട്ടിണി കിടക്കുന്നു എന്നൊക്കെയുള്ള ഈ പ്രചരണങ്ങള് മാധ്യമങ്ങൾ ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിലുള്ള മാധ്യമങ്ങൾ കൂടുതലും അതിനനുകൂലമായിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഈ എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് ഈ പറയപ്പെടുന്ന വാക്യം, അതായത് നിങ്ങൾ വായോളികളുടെ അധരങ്ങളിൽ അകപ്പെട്ട് ലോകരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കുന്നുണ്ട്. ഈ പറയുന്ന വായോളികൾ എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളെ കുറിച്ചാണോ അതോ അല്ല? ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഈ ന്യൂയോർക്ക് ടൈംസ് ഉണ്ടല്ലോ, അതെ, ന്യൂയോർക്ക് ടൈംസ് ഈ പടം എടുത്തിട്ടത് ഇസ്രായേൽ അവിടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു പറഞ്ഞു. ഇസ്രായേൽ കേസ് കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞു. കള്ളത്തരം വിറച്ചുപോയി. ഒരൊറ്റ മാധ്യമം ഉണ്ടല്ലോ, മെയിൻ സ്ട്രീം മീഡിയ, അനങ്ങത്തില്ല വിഷയത്തെ പറ്റി. ഇപ്പം മിണ്ടി പോകുന്ന തന്നെ അവൻ്റെ അടപ്പ് വരും. കാര്യം കള്ളത്തനാണ് പ്രചരിപ്പിച്ച മുഴുവൻ കള്ളത്തനാണ്. മെയിൻ സ്ട്രീം മീഡിയയിൽ ആരും അനങ്ങുന്നില്ല. പിന്നെ ഇന്ത്യയിലെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കയ്യിലാണ് പൈസ ഉള്ളത്. അവരെ പ്ലീസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ പത്രം അച്ചടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവർ കാണിച്ചു നോക്കുന്നത്. അതെല്ലാവർക്കും അറിയത്തില്ലേ? ഓക്കെ.